പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇരിക്കുക. പ്രിയമുള്ളവരെ, ആരാധനയുടെ തിരുസന്നിധിയിലാണ് നമ്മൾ ഇരിക്കുന്നത്. ഏകാഗ്രമായ ഭക്തി, ദൈവസ്നേഹം അന്തരാത്മാവിലെ നിറഞ്ഞു തുളുമ്പുന്ന ഒരു ഭക്തി. പ്രത്യേകിച്ച് നമ്മൾ ക്രിസ്ത്യൻ പേരിൻ്റെ അർത്ഥവും അന്തരാർത്ഥവും എല്ലാം യേശുവെന്ന ഒരു വ്യക്തിയെ മാത്രം അടിസ്ഥാനപ്പെടുത്തി നിൽക്കുന്നതാണ്. അതുകൊണ്ട് ഭക്തി എന്ന് പറഞ്ഞാൽ യേശുവിനെക്കുറിച്ചുള്ള, യേശുവിനോടുള്ള സ്നേഹമാണ് നമ്മൾ ഭക്തിയായിട്ട് കർത്തൃസന്നിധിയിൽ പ്രകടിപ്പിക്കുന്നത്. അപ്പോൾ ഭക്തി വളരെ വലിയ വിഷയമാണ് ശരിക്കും. അതായത് നമ്മൾക്ക് അറിവ് ഉണ്ടാകുന്നത് നല്ല കാര്യമാണ്, പക്ഷേ അറിവൊന്നും വർക്കൗട്ട് ചെയ്യത്തില്ല. ഇപ്പോൾ ആധ്യാത്മികമായ അറിവുകൾ, എന്തുമാത്രം ആൾക്കാർക്ക് ആധ്യാത്മികമായ അറിവുകളൊക്കെ ഉണ്ട്, പക്ഷെ ഇത് വർക്ക് ചെയ്യത്തില്ല. ഇത് വർക്ക് ചെയ്യണമെങ്കിൽ അറിവിന് ആനുപാതികമായ ഭക്തി ഉണ്ടാകണം. ഭക്തി എന്ന് പറഞ്ഞാൽ ഒരു പരമാത്മ പ്രേമം തന്നെയാണ് ശരിക്കും. കർത്താവിനോടുള്ള, ആ വ്യക്തിയോടുള്ള അതായത് അദമ്യമായ ഒരു ഇഷ്ടം ശരിക്കും. അതിൽ നിന്ന് ആരാധനയും യേശുവിനോട് നമുക്ക് ഭക്തി വരുമ്പോൾ ആ ഭക്തിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് എപ്പോഴും യേശുവാകുന്ന ഒരു വ്യക്തിയല്ല ശരിക്കും, യേശുവാകുന്ന കർത്താവാണ്. ഭക്തി പ്രകടിപ്പിക്കണം, എപ്പോഴും കാര്യം പറഞ്ഞ് പ്രകടിപ്പിക്കണം. ചില ആൾക്കാർ യേശുവൊക്കെ ഒരു ഫ്രണ്ടെന്നൊക്കെ വിളിക്കും. എനിക്ക് കാലമട്ടൊക്കെ അടിക്കാൻ തോന്നും. ഈസ് നോട്ട് എ ഫ്രണ്ട്, അവർ ഫ്രണ്ട്. അത് ഒരു തലമാണ്. അത് വെച്ച് കഴിഞ്ഞാൽ അത് അങ്ങനെയൊക്കെ വരാൻ ചിലപ്പോൾ ആയിരത്തിൽ ആൾക്കാർക്ക് ചിലപ്പോൾ അത് അവർ ആധ്യാത്മികതയുടെ ഏറ്റവും ഉയർന്ന നിലവാരങ്ങളിൽ എത്തിച്ചേരുമ്പോഴാണ് നമ്മൾക്ക് ചില സമയത്ത് യേശു നമ്മുടെ ഒരു സതീർത്ഥനായിട്ട് നമുക്ക് അങ്ങനെ നമുക്ക് ഫീൽ ചെയ്യേണ്ടത്. അല്ലാതെ ഇപ്പോൾ ഒരിക്കലും വരത്തില്ലത്. കാര്യം ഇതിനി നിങ്ങളൊരു ഫ്രണ്ടായിട്ട് മാത്രമാണ് യേശുവിനെ കാണുന്നതെങ്കിൽ നിങ്ങൾ കർത്താവിനെ അറിയാതെ മരിച്ചു പോകും. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈശോ ആ വ്യക്തി എന്ന പേര് പോലും, അതായത് നമ്മളെപ്പോഴും മറിയത്തിൻ്റെ മകൻ എന്ന് കൃത്യമായിട്ട് നമ്മൾ വിശ്വാസ പ്രമാണത്തിൽ പ്രത്യേകം പറഞ്ഞു. കാരണം കന്യാമറിയത്തിൽ നിന്ന് ജാതനായി, അത് ഭയങ്കര വാക്കാണ്. മുട്ടിൽ നിന്നാണ് ശരിക്കും പറഞ്ഞാൽ ഈ മനുഷ്യാവതാര ക്രിസ്മസ് കാലങ്ങളിൽ നമ്മൾ വിശ്വാസ പ്രമാണം ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ മുറിയിൽ മുട്ടി നിൽക്കും. ആ സമയത്ത് മറ്റുള്ളവരുടെ മുമ്പിൽ അവർക്കറിയത്തില്ല നമ്മൾ എന്താ ചെയ്യണം, എന്തുകൊണ്ടാണ് അവിടെ മുട്ടി നിൽക്കണമെന്ന്. പക്ഷേ വിശ്വാസ പ്രമാണം ചെല്ലുമ്പോൾ അവൻ കന്യാമറിയത്തിൽ ജനിച്ചു എന്ന് പറയുന്ന സമയത്താണ് മനുഷ്യാവതാരം സംഭവിക്കുന്നത്. പക്ഷേ ആ കന്യാമറിയത്തിന് പ്രാധാന്യമുണ്ട്. കാര്യം കന്യാമറിയത്തിൽ നിന്ന് ഒരു യേശുവേ ജനിച്ചിട്ടുള്ളൂ. കന്യാമറിയത്തിൽ അപ്പോൾ മറിയത്തിന് വേറെ മക്കൾ ഉണ്ടായിരുന്ന ചില അവാന്തര അവലക്ഷണ സഭകളൊക്കെ ഇങ്ങനെ ബ്ലാസ്ഫമി പറയുന്നില്ലേ, ദൈവദോഷം പറയുന്നില്ലേ, അത് അവരുടെ പാപം അവർ ഉദ്ധരിക്കട്ടെ. പക്ഷേ മറിയത്തിൽ നിന്ന് ജനിച്ച ഒരു യേശു ഉണ്ട്. കാര്യം യേശു പലതുണ്ടേ. യേശുവിൻ്റെ കാലത്ത് തന്നെ യേശു എന്ന പേരുള്ള ഒത്തിരി മനുഷ്യരുണ്ടായിരുന്നു. 10,000-കണക്കിന് മനുഷ്യർക്ക് യേശു എന്നായിരുന്നു പേര്. പക്ഷേ നമ്മൾ ആരാധിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിനെയാണ്. ജീസസ് ഐഡൻറ്റിഫൈ ചെയ്യണം ശരിക്കും. നമ്മൾ ആരാധിക്കണത് യേശുവിനെ അല്ല. യേശു അങ്ങനെ ഒത്തിരി യേശു ഉണ്ടായിരുന്നു. അതിലേറ്റവും പെർട്ടിക്കുലർ ജീസസ് ഫ്രം, അതായത് അപമാതാവ് ജനിപ്പിച്ച ഒരു യേശു ഉണ്ട്. അതാണ് വചനം മാംസമായ യേശു. ഈ യേശു പോലും സർവ മഹത്വത്താൽ നിറയുന്ന ആണ് കർത്താവെന്ന് പറയുന്നത്. ദിവ്യകുർബാനയിൽ നമ്മൾ ആരാധിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിനെയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അത് യേശു കർത്താവാകുന്നത് എപ്പോഴും പാപത്തിന് പരിഹാരം ചെയ്ത്
സ്വന്തം ശരീരം കുരിശിൽ പാപത്തിന് പരിഹാരം ചെയ്തതിന് ശേഷം മനുഷ്യൻ്റെ പാപത്തിൻ്റെ വിടുതലിന് വേണ്ടി സ്വയമായി അർപ്പിച്ചതിന് ശേഷം യേശുവിനെ ദൈവം ഉയർത്തും, കർത്താവായിട്ട് ഉയർത്തും. ആ ഉയർപ്പിക്കപ്പെട്ട യേശുവാണ് കർത്താവ്. ആ ഉയർപ്പിക്കപ്പെട്ട യേശുവാണ് കർത്താവ്. ദിവ്യകുർബാനയിൽ ഉയർപ്പിക്കപ്പെട്ട യേശുവിൻ്റെ സാന്നിധ്യമാണ് ആരാധനയ്ക്ക് വിഷയം. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശു കർത്താവാണെന്നും യേശു ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. യേശു കർത്താവാണെന്നും യേശു ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. യേശുവേ രക്ഷക, കർത്താവേ നാഥനേ, യേശുവേ രക്ഷക, കർത്താവേ നാഥനേ. യേശു കർത്താവാണെന്നും യേശു ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പക്ഷേ ഇങ്ങനെ വിശദീകരിച്ച് തരാൻ കാരണം, അതായത് അതുകൊണ്ട് തന്നെ കന്യാമറിയത്തിനെ മാറ്റി നിർത്തിക്കൊണ്ട് യേശുവിനെ ഒരിക്കലും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല. കാര്യം യേശു കർത്താവായിരിക്കുന്നതും രക്ഷകനായിരിക്കുന്നതിൻ്റെ ബേസ്മെൻറ്റ് പിതാവായ ദൈവം കഴിഞ്ഞാൽ കന്യാമറിയമാണ്. അതുകൊണ്ടാണ് വിശ്വാസ പ്രമാണത്തിൽ നമ്മൾ വ്യക്തമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തിട്ടാണ് പ്രഖ്യാപിക്കുന്നത് കന്യാമറിയത്തിൽ നിന്ന് ജനിച്ചു എന്ന് പറയുമ്പോൾ. അപ്പം അതിന് യേശു നടത്തിയ രക്ഷണീയമായ വലിയ ദൗത്യവുമായിട്ട് ഡയറക്റ്റ് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് കന്യാമറിയം എന്ന് പറയുന്ന മറ്റൊരു വ്യക്തി, യേശുവിനെ പോലെ മറ്റൊരു വ്യക്തി. ഇപ്പോൾ തന്നെ നമുക്കറിയാം ഫിലിപ്പിയ ലേഖനമില്ലേ, ഫിലിപ്പിയ ലേഖനം 2:11 യേശു ക്രിസ്തു ഏറ്റുപറഞ്ഞ് യേശു ക്രിസ്തു കർത്താവാണെന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി എല്ലാ നാവുകളും ഏറ്റുപറയുന്നതിന് വേണ്ടി. അപ്പോൾ യേശുക്രിസ്തു കർത്താവാണെന്ന് എല്ലാ നാവുകളും, വെദർ യു ആർ ക്രിസ്ത്യൻ ഓർ നോട്ട്, ആരെല്ലാമാണോ ഇത് ഓപ്പണാണ്, എല്ലാവർക്കും യേശു ഒരേ സമയം തന്നെ സംലഭ്യനാണ്. അത് അക്രൈസ്തവ സഹോദരങ്ങളും അറിയണം. കാരണം ഈ വിഷയത്തിൽ ഒരു വേർതിരിവില്ല. യേശുവിൽ നിന്ന് നിനക്ക് ആനുകൂല്യം ലഭിക്കുന്ന വിഷയത്തിൽ, അനുഗ്രഹം ലഭിക്കുന്ന വിഷയത്തിൽ, രക്ഷ ലഭിക്കുന്ന വിഷയത്തിൽ ക്രിസ്ത്യാനിയെന്നോ അക്രൈസ്തവനെന്നോ വേർതിരിവില്ല. ഹൂർ ഇറ്റ് മേ ബി, ആരായാലും അവരെ യേശു കർത്താവാണെന്നൊരു വ്യക്തി, യേശു കർത്താവാണെന്ന്, അത് ഇവിടെ പ്രധാനപ്പെട്ട വിഷയം. എല്ലാ യേശുവും കർത്താവല്ല. മറിയത്തും തിരിച്ച പാപത്തിന് പരിഹാരം ചെയ്ത ദൈവം ഉയർപ്പിച്ച ആളാണ് കർത്താവ്. എല്ലാ യേശുവും, ഇപ്പം ചില ആൾക്കാർ എൻ്റെ യേശുവേ, അങ്ങനെ വിളിക്കേണ്ട കാര്യമില്ല. ശരിക്കും പറഞ്ഞാൽ എൻ്റെ കർത്താവെന്ന് കൂടി ചേർക്കുകയാണെങ്കിലാണ് അത് സമ്പൂർണ്ണമാകണം. പിന്നെ അവിടെ അത് അനുഗ്രഹം കിട്ടുന്ന കാര്യം എൻ്റെ യേശുവെന്ന് വിളിക്കണത് ഓട്ടോമാറ്റിക്കായിട്ട് കർത്താവിനെയാണെന്നുള്ളത് പ്രീസപ്പോസ് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് അനുഗ്രഹം ലഭിക്കുന്നത്. പക്ഷേ ഈ നാമം ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. യേശുവിൻ്റെ നാമമില്ലേ, യേശുവിൻ്റെ നാമം എങ്ങനെയാണ് മഹത്വപ്പെട്ടത്? യേശു കർത്താവാണെന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി. കാര്യം യേശുവിനെ കർത്താവാക്കിയത് ആരാണ്? പിതാവായ ദൈവമാണ്. യേശുവിനെ കർത്താവാക്കിയത് ആരാണ്? പിതാവായ ദൈവമാണ്. പിതാവായ ദൈവം എങ്ങനെയാണ് എന്തിനാണ് യേശുവിനെ കർത്താവാക്കിയത്? അതാണ് ഫിലിപ്പിയർ പറയണത്. 2 തൊട്ട്
6, 7, 8, 9 വരെയുണ്ട്. ഫിലിപ്പിയർ 9 വരെയുള്ള വചനങ്ങളുണ്ട്. എന്താണ് പറയുന്നത്? അവൻ പ്രകൃത്യാ ദൈവമായിരുന്നു. ആര്? യേശു. കർത്താവ് പ്രകൃത്യാ ദൈവമായിരുന്നു. പിന്നെ സംഭവിച്ചു, ദൈവത്തോടുള്ള സമാനത മുറുകെ പിടിക്കേണ്ട കാര്യമായി അവൻ പരിഗണിക്കാതെ ദാസനായി മരണത്തോളം, കുരിശു മരണത്തോളം തന്നെ താഴ്ത്തി. അപ്പോൾ മനുഷ്യൻ്റെ പാപത്തിന് പരിഹാരം ചെയ്യാൻ വേണ്ടി യേശു മനുഷ്യപ്രകൃതി സ്വീകരിച്ചെന്നാണ് ഈ പറയണത്. ഇതാണ് വെളിപ്പാട്. അങ്ങനെ തന്നെ താഴ്ത്തി, മരണത്തോളം, കുരിശു മരണത്തോളം തന്നെ താഴ്ത്തി. ഇതാണ് വിഷയം. ഇനിയാണ് യേശു കർത്താവാകണത്. ആകയാൽ, ഇപ്പം 2:9, ഫിലിപ്പിയർ 2:9 ആകയാൽ. അതുകൊണ്ട് എന്തുകൊണ്ടാണ്? യേശു തന്നെ താഴ്ത്തിയത് കൊണ്ട്. യേശു ദൈവമായിരിക്കവേ ദൈവത്തോടുള്ള സമാനത മുറുകെ പിടിക്കേണ്ട കാര്യമായി പരിഗണിക്കാതെ മനുഷ്യൻ്റെ പാപത്തിന് പരിഹാരമാകാൻ, മനുഷ്യനാകാൻ വേണ്ടി തന്നെ താഴ്ത്തി. മനുഷ്യപ്രകൃതി പരിഹാരം ചെയ്യാൻ വേണ്ടി തന്നെ നമുക്ക് വേണ്ടി പരിഹാരം ചെയ്യാൻ വേണ്ടി തന്നെ താഴ്ത്തി. എന്തോരം താഴ്ത്തി? കുരിശു മരണത്തോളം താഴ്ത്തി. അങ്ങനെ കുരിശു മരണത്തോളം എളിമപ്പെടുത്തി താഴ്ത്തിയത് കാരണം ആകയാൽ. അതാണ് ഫിലിപ്പിയർ 2:9. നിങ്ങൾ ബൈബിൾ വായിക്കണേ, വീട്ടിൽ പോയി ഈ ഭാഗങ്ങളൊക്കെ വായിക്കണേ, എല്ലാം യൂട്യൂബിലുണ്ട്. ആകയാൽ എന്ത് സംഭവിച്ചു? ദൈവം അവനെ അത്യധികം ഉയർത്തി. എന്നിട്ട് സെൻറ്റ് പോൾ, ഒരു പരിശുദ്ധാത്മാവ് സെൻറ്റ് പോളിനോട് പറയും, അത്യധികം ഉയർത്തിയെന്ന് വെച്ചാൽ ഇനി ഒരു ഉയരം ഉണ്ടാവത്തില്ല, അതിൻ്റെ അപ്പുറത്ത് ഉയരമില്ല. അതായത് ഒരു അപ്പനും ഒരു മകനെ ഉയർത്താൻ പറ്റുന്നതിനേക്കാൾ ഉയർത്തി. അത് അത്യധികം ഉയർത്തി. അങ്ങനെ ഉയർത്തിയത് കാരണം ഇനി ഒരു ഉയരമില്ല. ശരിക്കും യേശുവാണ് ഒരു വിശ്വാസിയുടെ അവസാനത്തെ ഉയരം. ഒരു വ്യക്തി വളർന്നാൽ എന്തോരം വളരാം, ഒരു വ്യക്തി ഉയർന്നാൽ എന്തോരം ഉയരാം. ഒരു വ്യക്തിയുടെ മനസ്സിൽ ഉയർച്ചയ്ക്ക് വേണ്ടി കുറിക്കേണ്ട അളവ് ഏതാണ്? അത് യേശുവാണ്. അതാണ് അത്യധികം ഉയർത്തിയെന്ന് പറയുന്നത്. ഒന്ന് പ്രാർത്ഥിച്ചേ. കർത്താവേ, പലതരത്തില് ഉയരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പണം നേടി ഉയരാൻ എനിക്ക് ആഗ്രഹമുണ്ട്. വിദ്യാഭ്യാസം നേടി ഉയരാൻ എനിക്ക് ആഗ്രഹമുണ്ട്. എന്നാൽ ഏറ്റവും വലിയ ഉയർച്ച, എത്ര ഉയർന്നാലും ഏറ്റവും വലിയ ഉയർച്ച യേശുവിലേക്കുള്ള ഉയർച്ചയാണെന്ന് എന്നെ തിരിച്ചറിയിച്ച ദൈവമേ, ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അല്ലേ? എല്ലാവരും ദൈവതിരുസന്നിധിയിൽ വരുന്നതും ഉടമ്പടി ചെയ്യണത് പോലും എന്തിനു വേണ്ടിയാണ്? ഉയർച്ചയ്ക്ക് വേണ്ടിയാണ്. അങ്ങനെ ചെയ്യേണ്ടതെന്നല്ല അതിൻ്റെ അർത്ഥം. പക്ഷെ നിങ്ങൾ അടയാളപ്പെടുത്തുന്ന ഉയർച്ചയില്ലേ, അതിനേക്കാൾ വലിയ ഉയർച്ച യേശുവിലെ സ്വപ്നം കാണണം. ഇപ്പം നിങ്ങൾ ELTS പഠിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് എനിക്ക് കാനഡയിൽ പോകാൻ പറ്റും, അത് ഉയർച്ചയാണ്. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് നമുക്ക് ജോലി കിട്ടും, അത് ഉയർച്ചയാണ്. അത് കഴിഞ്ഞ് നമുക്ക് അവിടുന്ന് നാട്ടിൽ വന്ന് കല്യാണം കഴിക്കാം, അത് ഉയർച്ചയാണ്. അത് കഴിഞ്ഞിട്ട് ഫാമിലിയായിട്ട് അവിടെ വിദേശത്ത് പോയി സെറ്റിൽ ചെയ്യാം, അത് ഉയർച്ചയാണ്. അപ്പോൾ ഇങ്ങനെ ഓരോ ഉയർച്ച 1 by 1 ഉയരണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇങ്ങനെ ഉയർന്ന് പോയി കഴിഞ്ഞാൽ അവസാനം നമ്മൾ എന്ത് ചെയ്യും? ഈ ഉയർച്ച, എല്ലാ ഉയർച്ചയും താഴേക്ക് വരുന്നത് കാണാം. കാര്യം നമ്മൾ ഈ ഉടമ്പടിയുടെ കൗൺസിലിംഗ് വരുമ്പോഴേ ഒത്തിരി വിദേശത്ത് ജോലി ചെയ്യുന്ന ആൾക്കാരെ കൗൺസിൽ ചെയ്യുമ്പോൾ അവർ പറയണത് വെച്ചാൽ ഞങ്ങൾക്ക് നാട്ടിൽ വന്ന് മരിക്കണം, പക്ഷെ ഞങ്ങളുടെ പിള്ളേർ വരത്തില്ല, ഒന്നെന്ന് പറഞ്ഞാൽ വരത്തില്ല. അത് സത്യമാണത്. ഞങ്ങൾക്ക് നാട്ടിൽ വന്ന് മരിക്കണം. കാര്യം ആരെങ്കിലും കുഴിക്കുക പോകുന്ന 2 സ്വർഗസ്ഥനായ എല്ലാം നാട്ടിലല്ലേ ആളുള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് നാട്ടിൽ വന്ന് മരിക്കണം.
അപ്പോൾ ഉയർന്നു പോയിട്ട് തിരിച്ചു വരികയാണ്. എല്ലാ പക്ഷികളുടെയും അവസ്ഥ നിലത്തിറങ്ങുമെന്നുള്ളതാണ്. എല്ലാ പക്ഷികളും നിങ്ങൾ നോക്കിയാൽ മതി. ദേശാടന പക്ഷികൾ മാത്രമേ ചിലപ്പോൾ 72 മണിക്കൂറൊക്കെ ഒറ്റ പറക്കൽ പറക്കും. ഒറ്റ പറക്കൽ സൈബീരിയ എന്ന് പറന്നിട്ട് കുമരകത്ത് വന്ന് ലാൻഡ് ചെയ്യുന്ന പക്ഷികളും അവസാനം ലാൻഡ് ചെയ്യുമെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. മനസ്സിലായില്ലേ? അതായത് സൈബീരിയയിൽ നിന്ന് മഞ്ഞ് കൂടുമ്പോൾ അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അവർ ദേശാടനം ചെയ്യും. ദേശാടനം ചെയ്താലും അവർ എവിടെയെങ്കിലും വന്ന് ആ പക്ഷികൾ ലാൻഡ് ചെയ്തിരിക്കും. അതാണ് എത്ര ഈ ഭൂമിയിലൊരു മനുഷ്യൻ എത്ര ഉയർന്നാലും അവസാനം ലാൻഡ് ചെയ്യും, താഴെ വരും. താഴെ വരാത്ത ഒരു ഉയർച്ചയാണ് യേശുവിലുള്ള ഉയർച്ച. കാര്യം അത് നിത്യത വരെയാണ് ഉയർന്നു പോകുന്നത്. മറ്റു ഉയർച്ചകളൊന്നും വേണ്ടെന്നല്ല, പക്ഷെ മറ്റു ഉയർച്ചകളുടെ നിന്നോന്നതങ്ങളെ നമ്മളെ ബാധിക്കാതിരിക്കാൻ യേശുവാകുന്ന ആത്യന്തിക ഉയർച്ചയെ നമ്മൾ അവലംബിക്കേണ്ടി വരും. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, യേശു സ്തുതി, ഹല്ലേലൂയ, യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു, യേശു കർത്താവ് ജീവിക്കുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഭക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങൾക്ക് വേണ്ടി തിരുവിരാവിൽ മുറിവേറ്റവനെ, ഞങ്ങൾക്ക് വേണ്ടി തിരുവിരാവിൽ മുറിവേറ്റവനെ, ഞങ്ങൾക്ക് വേണ്ടി മുൾക്കിരീടം ചൂടിയവനെ, ഞങ്ങൾക്ക് വേണ്ടി മുൾക്കിരീടം ചൂടിയവനെ, നിന്റെ വിനയത്താൽ, നിന്റെ വിനയത്താൽ, നിന്റെ സമർപ്പണത്താൽ, നിന്റെ സമർപ്പണത്താൽ, നിന്റെ പിതാവ് പ്രസാദിച്ച്, നിന്റെ പിതാവ് പ്രസാദിച്ച്, നിന്നെ അത്യധികം ഉയർത്തി, നിന്നെ അത്യധികം ഉയർത്തി, എല്ലാത്തിന്റെ ഉപരി ഉയർത്തി, എല്ലാ നാമങ്ങളെക്കാൾ ഉയർത്തി, എല്ലാ നാമങ്ങളെക്കാളും ഉയർത്തി. ആകയാൽ ഞങ്ങൾ എല്ലാ മാലാഖമാരോട് ചേർന്ന് യേശുവേ അങ്ങേ കർത്താവായി അംഗീകരിച്ചുകൊണ്ട് ഞങ്ങളുടെ ആത്മാവ് കൊണ്ട് ശരീരം കൊണ്ട് മനസ്സുകൊണ്ട് ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 യേശുവേ മഹത്വം, മഹത്വം, മഹത്വം. ഹല്ലേലൂയ, 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 യേശുവേ സ്തുതി, യേശുവേ ആരാധന, 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 ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അച്ഛൻ ഇത്രയും സംസാരിച്ചത് ഭക്തിയെക്കുറിച്ചാണ്. നമ്മുടെ ഭക്തി അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത് യേശുവിനെ കർത്താവെന്ന് അറിയുന്നതിലൂടെയാണ്. കർത്താവിനെയാണ് നമ്മൾ ആരാധിക്കുകയും ചെയ്യണത്. ഈ കർത്താവിനെ ആരാധിച്ചാണ് നമ്മൾ ഉയർച്ച പ്രാപിക്കുന്നത്. വലിയ ഉയർച്ച ലക്ഷ്യം കണ്ടാൽ പിന്നെ താഴെയുള്ള ഉയർച്ചയ്ക്ക് വേണ്ടി പ്രത്യേകം പരിശ്രമിക്കേണ്ടി വരത്തില്ല. അച്ഛൻ പറഞ്ഞ മനസ്സിലായില്ലേ? വലിയ ഉയർച്ച യേശുവാണ്. ആ വലിയ ഉയർച്ചയെ ലക്ഷ്യം കണ്ടാൽ പിന്നെ നമ്മുടെ ജോലി, വീട്, വിവാഹം എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. വലിയ ഉയർച്ച സ്വപ്നം കണ്ട് വലിയ ഉയർച്ച അടിസ്ഥാനപ്പെടുത്തി കഴിഞ്ഞാൽ അതിനുവേണ്ടി പരിശ്രമിക്കുമ്പോൾ ചെറിയ ഉയർച്ചകൾ വന്നു ചേരുന്നതാണ്. അതുകൊണ്ടാണ് കർത്താവ് പറയണത്, ആദ്യം നിങ്ങൾ ദൈവരാജ്യം അതിന് നീതി അന്വേഷിക്കണം, ബാക്കിയുള്ളത് ചേർത്ത് നൽകപ്പെടും. പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ 6:33 മത്തായി ശ്രീയുടെ സുവിശേഷം ഇതാണ്. വലിയ ഉയർച്ച സ്വപ്നം കണ്ടാൽ അതിന് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ ജോലി, വീട്, വിവാഹം, ചെറിയ ഉയർച്ചകളെല്ലാം ആ പാക്കേജിൽ ഉൾച്ചേർന്നിരിക്കുന്നതാണ്. നമ്മൾക്ക് വരുന്ന ഒരു ചെറിയ ആധ്യാത്മിക പിശക് നമ്മൾ ചെറിയ ഉയർച്ച മാത്രം ലക്ഷ്യം വെക്കുന്നു എന്നുള്ളതാണ്. അത് കിട്ടാതെ വരുമ്പോൾ കൊളാപ്സായി പോകും. കാര്യം എന്താണ്? നമുക്ക് വലിയ ഉയർച്ച എത്തിപ്പിടിക്കാനുള്ള ശേഷിയുണ്ട്, ശേഷിയുണ്ട്. അതിന് നിങ്ങളെ പരിശുദ്ധാത്മാവ് സഹായിക്കും.
അതിന് നിങ്ങളെ പരിശുദ്ധ അമ്മ സഹായിക്കും. പ്രാർത്ഥിക്കുക. കർത്താവേ, വലിയ ഉയർച്ചയായ അങ്ങയെ എത്തിപ്പിടിക്കുവാൻ വേണ്ടി ഞങ്ങൾക്ക് പരിശുദ്ധ അമ്മയുടെയും പരിശുദ്ധാത്മാവിന്റെയും പ്രത്യേക മാധ്യസ്ഥവും പരിശുദ്ധാത്മാവിന്റെ സഹായവും നൽകി ഓ ദൈവമേ ഇപ്പോൾ ആശീർവദിക്കണമേ, ഇപ്പോൾ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ 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 യേശുവേ ആരാധന 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 ഹല്ലേലൂയ 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 ആരാധന യേശുവേ ആരാധന. പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ വരദാനത്തിൻ അഭിഷേകം കൊണ്ടെന്നെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ ലോകത്തിന്മേൽ വിജയം നേടാൻ ധീരതയേകണമേ. പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ വരദാനത്തിൻ അഭിഷേകം കൊണ്ടെന്നെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ ലോകത്തിന്മേൽ വിജയം നേടാൻ ധീരതയേകണമേ. ജലപ്പരപ്പിൽ ചലിച്ചു നിന്നൊരു പരിശുദ്ധാത്മാവേ ജനകോടികളിൽ ജ്വലിച്ചു നിന്നു പരിശുദ്ധാത്മാവേ. ജലപ്പരപ്പിൽ ചലിച്ചു നിന്നു പരിശുദ്ധാത്മാവേ ജനകോടികളിൽ ജ്വലിച്ചു നിന്നു പരിശുദ്ധാത്മാവേ. പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ വരദാനത്തിൻ അഭിഷേകം കൊണ്ടെന്നെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ ലോകത്തിന്മേൽ വിജയം നേടാൻ ധീരതയേകണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഒരു മനുഷ്യന് എത്തിച്ചേരാൻ സാധിക്കുന്ന, സങ്കല്പിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ ഉയരമാണ് യേശു കർത്താവിൻ്റെ ഉയരം. അതാണ് അതിനാൽ ദൈവം അവനെ അത്യധികം ഉയർത്തി. എല്ലാ നാമങ്ങളെക്കാൾ ഉന്നതമായ നാമം അവിടുത്തേക്ക് നൽകി. അപ്പോൾ ഉയർത്തുക, ഉന്നതമാവുക. അതുകൊണ്ടാണ് നമ്മൾ ആ വലിയ ഉയർച്ചയെയും ഉന്നത സ്ഥാനത്തെയും നമ്മൾ അവലംബിക്കുന്നത്. എന്തിനാണ്? അതിനുവേണ്ടി പരിശ്രമിച്ച് കഴിയുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ളതാണ് ചെറിയ ഉയർച്ചകളെല്ലാം. എല്ലാ ചെറിയ ഉയർച്ച നീ ആഗ്രഹിക്കുന്നതെല്ലാം അതിന് താഴെയുള്ളതാണ്. അത് യേശുവിനെ സ്വീകരിക്കുമ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ലഭിക്കേണ്ടതാണ്. പക്ഷേ അപ്പോഴും നമ്മൾ പ്രധാനപ്പെട്ട ചിന്തിക്കണം, നിൻ്റെ ജോലി അല്ല വലുത്, അതിനേക്കാൾ വലുതാണ് യേശു. നിൻ്റെ കടങ്ങൾ പരിഹരിക്കുന്ന അല്ല വലുത്, അതിനേക്കാൾ വലുതാണ് യേശു. നിൻ്റെ കടങ്ങൾ പരിഹരിക്കുന്നതിനേക്കാൾ വലുതാണ് യേശുവെന്ന് പരിശുദ്ധാത്മാവ് നിനക്ക് തോന്നിച്ചു കഴിഞ്ഞാൽ കൃപാസനത്തിൻ്റെ ഈ മണ്ണിൽ വെച്ച് നിൻ്റെ കടം എഴുതി തള്ളപ്പെടും. പറഞ്ഞ മനസ്സിലായി? നീ സാമ്പത്തിക കടമുള്ള ആളാണ്, പക്ഷേ നിൻ്റെ കടങ്ങൾ പരിഹരിക്കുന്നതിനേക്കാൾ വലിയ കാര്യമാണ് യേശുവിനെ നേടുന്നതെന്ന് പരിശുദ്ധാത്മാവ് ഇപ്പോൾ നിന്നെ തോന്നിച്ചു കഴിഞ്ഞാൽ ഈ മണ്ണിൽ വെച്ച് ദൈവം നിൻ്റെ കടമ റൈറ്റ് ഓഫ് ചെയ്ത് കളയും. നിനക്ക് ഇപ്പോൾ ക്യാൻസർ രോഗമാണ്, നിൻ്റെ രോഗം സുഖപ്പെടുന്നതിനേക്കാൾ വലിയ കാര്യമാണ് യേശുവെന്ന് ഇപ്പോൾ നീ ചിന്തിച്ചാൽ ഈ മണ്ണിൽ വെച്ച് നീ സുഖപ്പെട്ടിരിക്കും. ശ്രുതികട ഹല്ലേലൂയ, യേശു ഹല്ലേലൂയ, 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 യേശുവേ സ്തുതി, ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, യേശുവേ മഹത്വം, യേശുവേ ആരാധന, ആരാധന യേശുവേ. യേശുനാമം അതിശയനാമം, ഈഴയിരിക്കുന്ന നാമം. യേശുനാമം അതിശയനാമം, ഈഴയിരിക്കുന്ന നാമം, ഈഴയിരിക്കുന്ന നാമം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതി പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. യേശു കർത്താവാണ് എന്നുള്ള വലിയ വിശ്വാസ സത്യമാണ് നമ്മുടെ ബാക്കി എല്ലാ തകർച്ചകൾക്കും അർത്ഥം നൽകുന്നത്. യേശു അർത്ഥമാകുന്നത്, ജീസസ് ജീവിതത്തിൻ്റെ മീനിങ് ആകുന്നത് അവിടെ വെച്ചാണ്. കാരണം കുരിശുമരണത്തിന് അർത്ഥമില്ല. നാട്ടുകാരുടെ മുമ്പിൽ അപമാനിതനായി അപമാനിതനായി മരിക്കുന്നതിന് ഒരർത്ഥമില്ല. അപ്പോൾ ഈ മുൽക്കിയുടെ ചൂടിയതിന് ഒരർത്ഥമില്ല. തിരുവിലാവിൽ മുറിവെക്കുന്നതിന് ഒരർത്ഥമില്ല. അലസ് വി ബിക്കെയിം ദ ലോഡ്. അപ്പോൾ യേശുവിനെ കർത്താവാകുമ്പോഴാണ് കുരിശുമരണത്തിനും മനുഷ്യാവതാരത്തിനും എല്ലാത്തിനും അർത്ഥം നൽകണത്.
യേശു കർത്താവാകുമ്പോഴാണ്, യേശു മരിച്ചവൻ ഉയർത്തെഴുന്നേൽക്കുമ്പോഴാണ്, യേശുവിന് ദൈവം പിതാവായ ദൈവം മരിച്ചവൻ ഉയർത്തെഴുന്നേൽപ്പിക്കുമ്പോഴാണ് യേശുവിൻ്റെ പീഡാനുഭവത്തിന് അർത്ഥമുണ്ടാകുന്നത്, യേശുവിൻ്റെ കുരിശുമരണത്തിന് അർത്ഥമുണ്ടാകുന്നത്. ദൈവത്തിലെ അതുപോലെയാണ് നിൻ്റെ കാര്യം. നിൻ്റെ സഹനങ്ങൾക്ക്, നിൻ്റെ രോഗങ്ങൾക്ക് അർത്ഥമുണ്ടാകണത് അത് യേശുക്രിസ്തു നാമത്തിൽ നീ സ്വീകരിക്കുമ്പോൾ, യേശുവിനെ കർത്താവായി നീ ഏറ്റുപറയുമ്പോഴാണ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശു കർത്താവാണെന്നും യേശു ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. യേശു കർത്താവാണെന്നും യേശു ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. യേശുവേ രക്ഷക, കർത്താവേ നാഥനേ, യേശുവേ രക്ഷക, കർത്താവേ നാഥനേ. ഇപ്പം നിൻ്റെ രോഗങ്ങൾ അല്ലെങ്കിൽ നിൻ്റെ ബിസിനസ് ഇപ്പം തകർന്നിരിക്കുകയെന്ന് വിചാരിച്ചോ. അപ്പം അതിൻ്റെ തകർച്ച, ഈ തകർച്ചയെ നമ്മൾ അതിജീവിക്കുന്നത് യേശുവിനെ കർത്താവായിട്ട് അംഗീകരിക്കുന്നതിലൂടെയാണ്. നീ യേശുവിനെ കർത്താവായിട്ട് അംഗീകരിക്കുമ്പോൾ നീ ആരുടെ കരമാണ് ഗ്രഹിക്കുന്നത്? ലോകത്തെ ജയിച്ചവൻ്റെ കരമാണ്. ലോകത്തെ ജയിച്ചവൻ്റെ കരമാണ് നീ വിശ്വാസത്താൽ യേശുവിനെ കർത്താവായി അംഗീകരിക്കുന്നതിലൂടെ ഗ്രഹിക്കുന്നതെങ്കിൽ നിന്നെ ആർക്ക് പരാജയപ്പെടുത്താൻ കഴിയും? ഒന്നിനുമേ നിന്നെ പരാജയപ്പെടുത്താൻ കഴിയില്ല. കാരണം നീ കരം ഗ്രഹിച്ചിരിക്കുന്നത് ലോകത്തെ ജയിച്ചവൻ്റെതാണ്. ശ്രുതികട ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ സൃഷ്ടാവാണെന്നും നീ അധിപതിയാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. നീ സൃഷ്ടാവാണെന്നും നീ അധിപതിയാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. യേശുവേ രക്ഷക, കർത്താവേ നാഥനേ, യേശുവേ രക്ഷക, കർത്താവേ നാഥനേ. യേശു കർത്താവാണെന്നുള്ളതാണ് വിശ്വാസത്തിൻ്റെ ആണിക്കല്ലെന്നുള്ളത്. അതാണ് ഞാൻ എന്തിനാണ് നിങ്ങളോട് ഈ വിഷയം സംസാരിക്കണമെന്ന് ചോദിച്ചാൽ, ഇതാണ് ഞാൻ രാവിലെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ കർത്താവ് എനിക്ക് നൽകിയ സന്ദേശം. അതാണ് ഞാൻ നിങ്ങളെ കൈമാറുന്നത്. നിങ്ങൾക്കിതുകൊണ്ട് വല്ലാത്ത ഗുണം ചെയ്യും, അതെനിക്ക് നല്ലതായിട്ട് അറിയാം. പക്ഷേ ഈ യൂട്യൂബിൽ വീണ്ടും നിങ്ങൾ ഈ ടോക്ക് വീണ്ടും കേട്ടുകൊണ്ടേയിരിക്കണം. അപ്പോഴെന്താണ് പരിശുദ്ധാത്മാവ് ഉദ്ദേശിക്കുന്നതെന്നും നിങ്ങൾ ഇന്ന് കാണുന്ന നിങ്ങളുടെ വിഷമസന്ധികളിൽ നിന്ന് നിങ്ങൾ അതിജീവിക്കും. നിങ്ങൾ മനസ്സുകൊണ്ട് പറയണം. അതായത് ഇപ്പോൾ തന്നെ എന്താണ് പറയണത്? ഈ രക്ഷ നമ്മൾ സ്വന്തമാക്കുന്നത് എങ്ങനെയാണ്? യേശു കർത്താവാണെന്ന് നമ്മൾ അധരം കൊണ്ട് ഏറ്റു പറയുമ്പോഴാണ്. അതാണ് നമ്മൾ ചെയ്യണത്. സിമ്പിളാണിത് വളരെ. ഇതിന് ടെക്നിക്കലായിട്ട് ഒന്നും പഠിക്കേണ്ട കാര്യമില്ല. നിൻ്റെ ചുണ്ട് കൊണ്ട് പറയണം യേശു കർത്താവാണ്. ഇങ്ങനെ ഒരു 10-100 പ്രാവശ്യം പറയണം യേശു കർത്താവാണ്. ഇപ്പോൾ ഒരു ക്യാൻസർ പേഷ്യൻറ്റിനെ ഞാൻ കണ്ടിപ്പോൾ അവരും പറയണം യേശു കർത്താവാണ്. ഹൃദയത്തിൽ ഇങ്ങനെ പറയണം. ഒരു 10-500 പ്രാവശ്യം പറഞ്ഞു കഴിയുമ്പോൾ പരിശുദ്ധാത്മാവ് നിറയും. കാര്യം വെച്ചാൽ നിൻ്റെ വിശ്വാസത്തിൻ്റെ ലെവൽ അനുസരിച്ച് കൊണ്ട് വിശ്വാസത്തിൻ്റെ ലെവൽ കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സൊല്യൂഷനാണിത്. യേശു കർത്താവാണ്. ഓരോ ശ്വാസം എടുക്കുമ്പോഴും യേശു കർത്താവാണ്, യേശു കർത്താവാണ്. ഇപ്പോൾ ബാങ്കിലോട്ട് നിങ്ങനെ വിളിപ്പിച്ചിരിക്കുകയാണ്, ജപ്തി ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണെന്ന് പറയുമ്പോഴും നിങ്ങൾ പറയണം യേശു കർത്താവാണ്. ഇപ്പോൾ ഈ രോഗങ്ങൾ കൊറോണ വന്ന ആൾക്കാരാണ് ഇത് കേട്ടുകൊണ്ടിരിക്കണമെങ്കിലും അവിടെ ശ്വാസം വെന്റിലേറ്ററിലാണെങ്കിൽ ഒരു ഓർമ്മയുണ്ടെങ്കിലും അവർ പറയണം യേശു കർത്താവാണെന്ന്. കാര്യം എന്താണ്? കൊറോണ കർത്താവല്ലെന്ന് അതിൻ്റെ അർത്ഥം. യേശു കർത്താവാണെന്ന് പറയുന്ന നിമിഷം തൊട്ട് ബാക്കി ഒന്നും കർത്താവല്ലാതായി മാറും. പറഞ്ഞ മനസ്സിലായില്ലേ? യേശു കർത്താവാണെന്ന് നീ അധരം കൊണ്ട് ഏറ്റു പറയുന്ന നിമിഷം തൊട്ട് ബാക്കി ഒന്നും കർത്താവല്ലാതായി മാറും. കാര്യം യേശുവിൻ്റെ കൂടെ ആർക്കും നിൽക്കാൻ പറ്റത്തില്ല. വേറെ കർത്താക്കന്മാർക്ക് ആർക്കും നിൽക്കാൻ പറ്റത്തില്ല.
രണ്ടാമത്തെ യേശു കർത്താവാണെന്ന് ഇഫക്റ്റ് വരുത്തുന്നത് എങ്ങനെയാണ്? റോമ 10:9 അനുസരിച്ചുകൊണ്ട് ദൈവം, അതാണ് അവിടെ പിതാവ് ദൈവം വരുന്നതാണ്, ദൈവം അവനെ മരിച്ചവളെന്ന് ഉയർപ്പിച്ചു. കാര്യം ഈ ലോകത്തിൽ മനുഷ്യനെ സംഭവിക്കാവുന്ന ഏറ്റവും വലുത് സംഭവം എന്താ? മാക്സിമം വന്നാൽ ചാക വരും, എന്നാ കാണിക്കാനാണ്, കൂടി പോയി ചത്തുപോകും, അതല്ലേ ഉള്ളു, ഇന്ന് ചത്താൽ നാളെ ചാകണ്ട എന്നാണ് മനുഷ്യൻ പറയുന്നത്. അപ്പോൾ ഈ മനുഷ്യനോട് ഈ പ്രപഞ്ചത്തിൽ സംഭവിക്കാൻ സാധ്യതയുള്ളത് മരണമാണ്. ഈ മരണത്തെയും ജയിക്കുമ്പോഴാണ് യേശു കർത്താവാകുന്നത്. അതുകൊണ്ടാണ് റോമ 10:9 പറയണത്, യേശു കർത്താവാണെന്ന അധരം കൊണ്ട് ഏറ്റുപറയുകയും, പിന്നെന്താണ് രണ്ടാമത്തെ എന്താണ്? ദൈവം. ഏറ്റു പറഞ്ഞേ, ദൈവം. എല്ലാവരും പറ, ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കുകയും ചെയ്തു. അങ്ങനെ പറയുമ്പോഴാണ് യേശു നേടിയെടുത്ത രക്ഷ നമ്മൾക്ക് അവകാശമായി മാറുന്നത്. യേശു എല്ലാ മേഖലകളിലുമാണ്, ഭൗതികവും ആത്മീയവുമായ എല്ലാ മേഖലകളിലെയും കർത്താവാണ് അവൻ. അപ്പോൾ അതായത് നമ്മൾ ഈ മരം അറിയാതെ കുടിയിട്ടിട്ട് ഒരു കഥയുമില്ല. നിങ്ങൾ കൃത്യമായിട്ട് വാട്ട് ഈസ് ഹാപ്പനിങ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവം സമസ്തവും അല്ലേ? ദൈവം സമസ്തവും അവൻ്റെ പാദത്തിൻ്റെ കീഴിലാക്കിയിരിക്കുന്നു. ഇപ്പം നമ്മൾ 1 കൊരിന്ത്യർ വായിക്കുമ്പോഴേ 15:26 വായിക്കുമ്പോൾ ഈ വചനം നമ്മൾ അത്ഭുതപ്പെടുത്തും. അതായത് സമസ്തവുമാണ്, ദൈവം സമസ്തവും അവൻ്റെ. അപ്പോൾ അതിൽ ആ സമസ്തം എന്ന വാക്കിൽ നിൻ്റെ ജീവിതം മൊത്തമുണ്ട്. അല്ലാതെ നമ്മൾ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയാൽ എല്ലാ സാധനവും അതൊക്കെ അവിടെ കിട്ടണമെന്നാണ് നമ്മൾ സൂപ്പർ മാർക്കറ്റ് എന്ന് പറയണത്, അല്ലെങ്കിൽ മെഗാ മാർക്കറ്റിംഗ് എന്നൊക്കെ പറയണത്. എന്താ പറയണത്? നമുക്ക് വേറെ ഒരിടത്ത് പോകേണ്ട കാര്യമില്ല. അതുപോലെ അപ്പോൾ 1 കൊരിന്ത്യർ 15:26 എന്നാ പറയണത്? ദൈവം സമസ്തവും അവൻ്റെ പാദത്തിൻ്റെ കീഴിലാക്കിയിരിക്കുന്നു. സമസ്തവുമാണ്, അല്ലാതെ ആത്മീയ കാര്യം മാത്രമല്ല. അതിനകത്ത് നിൻ്റെ PSC ടെസ്റ്റ് ഉണ്ട്, റാങ്ക് ഉണ്ട്, ഇല്ലേ? നിൻ്റെ ഇടിഞ്ഞു വീഴാൻ പോകുന്ന മതിലാണെങ്കിൽ അത് നാളെ വീണാൽ അത് കെട്ടാൻ ഇനി എന്ത് ചെയ്യുമെന്ന് ഓർത്തുകൊണ്ട് നീ വിഷമിക്കായിരിക്കും. അതും അതിനകത്തുള്ളതാണ്. അത് നീ അറിയാതെ കെട്ടിത്തരണതിന് അതിൻ്റെ സംവിധാനമുണ്ട്. സമസ്തവുമാണ്. ഇങ്ങനെ ഓരോ വിഷയം സമസ്തവും എന്ന വാക്ക് വന്നപ്പോൾ തന്നെ എല്ലാം മാറുകയാണ്. യേശു കർത്താവാകണത് ഈ സമസ്തവും അവൻ്റെ പാദത്തിൻ്റെ കീഴിൽ വരുമ്പോഴാണ്. അപ്പോൾ നിനക്ക് ചുണ്ടിൽ ചില പാണ്ട് വരണത്, ചില ഒരു ചേച്ചി എൻ്റെ സഹോദരി എന്നോട് എനിക്ക് ചുണ്ടേ പാണ്ട് അയച്ചാന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ എൻ്റെ മനസ്സിൽ പറഞ്ഞു, ഈ സഹോദരി യേശു കർത്താവാണെന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്ന സമയത്ത് പാണ്ട് മാഞ്ഞു പോകും. കാരണം ഒത്തിരി പാണ്ടുകൾ മാഞ്ഞു പോയി ഞാൻ കണ്ടിട്ടുണ്ട്. അമ്പലപ്പുഴ കിഴക്ക് കഞ്ഞിപ്പാടത്ത് ധ്യാനം നടത്തുന്ന സമയത്ത് ദിവ്യകുർബാന ഇതുപോലെ ഇരിക്കുന്നുണ്ട് ഇവിടെ. അപ്പോൾ കർത്താവ് എനിക്കൊരു സന്ദേശം തന്നിട്ട് പറഞ്ഞ്, ചുണ്ടിലെ പാണ്ട് മാഞ്ഞു പോകുന്നത് ഈ ആരാധനയിൽ സംഭവിക്കുന്നുണ്ടെന്ന്. അപ്പോൾ ഞാൻ ഉടനെ പറഞ്ഞു, ചുണ്ടിലെ പാണ്ട് മാഞ്ഞു പോകുന്ന ഒരു സഹോദരിയെ കർത്താവ് സുഖപ്പെടുത്തുന്നു. ചുണ്ടിൽ പാണ്ടുള്ള സഹോദരിയെ കർത്താവ് സുഖപ്പെടുത്തുന്നു. ആരാധനയും കഴിഞ്ഞു പോയി, ആരാണെന്നറിയാൻ പാടില്ല, ആരും വന്നില്ല. പക്ഷേ പിറ്റേ ദിവസം അമ്പലപ്പുഴ ഞാൻ എൻ്റെ ഇരിക്കുന്ന പള്ളിയിൽ ഒരു മോള് വന്നു, റൂബി എന്ന് പറയുന്ന മോള് വന്നിച്ചും പറഞ്ഞ്, അച്ഛാ ഇത് കണ്ടച്ചാ, ഞാൻ കണ്ണാടി പോയി, എനിക്ക് 10-22 വർഷമായിട്ട് ചുണ്ട് മുഴുവൻ വെളുത്തിരിക്കുന്ന ആളാണ്. പക്ഷേ എനിക്കറിയത്തില്ല, അങ്ങനെ സന്ദേശം വന്നതുകൊണ്ട് എനിക്കായിരിക്കും അതിലായിരിക്കും, എന്നാലും നോക്കിയേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണാടി നോക്കിയപ്പോൾ പാണ്ട് കാണാനില്ല. ഇതാണ് സംഭവം. അപ്പോൾ നിൻ്റെ ചുണ്ടേ പാണ്ടാണെങ്കിലും അത് ഈ സമസ്തം എന്നുള്ള പാക്കേജിലുള്ളതാണ്. വചനം എന്തുകൊണ്ടാണ് ഈ ആൾക്കാർ വചനം ചുമന്നുകൊണ്ട് നടക്കുന്നത്? എന്തുകൊണ്ടാണ് ഈ ആൾക്കാർ വചനം ചുമന്നുകൊണ്ട് നടക്കുന്നത്? അതായത് ഈ വചനം ഒരിക്കലും അനുഭവിച്ചു കഴിഞ്ഞാൽ ദൈവം ആരാണെന്ന് നീ അറിയും. അതുകൊണ്ടാണ്. അപ്പോൾ ഈ നിൻ്റെ ചുണ്ടേ പാണ്ട് ചിലപ്പോൾ നിനക്ക് മാത്രമേ പ്രാധാന്യം ഉണ്ടാകത്തുള്ളൂ. പക്ഷേ കർത്താവ് എന്താ പറയണത്? അത് പ്രശ്നമായിരിക്കണത് നിൻ്റെ ഭർത്താവിന് മാത്രമാണ്. നിൻ്റെ ചുണ്ടേ പാണ്ട് കാണുന്നത്, നിന്നെ കൊണ്ടു നടക്കണതും എല്ലാം നിൻ്റെ ഭർത്താവിനായിരിക്കും അത് പ്രശ്നമെന്ന് നീ പറയും. പിന്നെ നിനക്കും മക്കൾക്കും പ്രശ്നമാവും. മക്കൾ പറയുക, അമ്മ PTA മീറ്റിങ്ങിന് വരണ്ടെന്ന് പറയും.
ആൻറ്റി വന്നാൽ മതി എന്ന് പറയും. പോരെ? പിള്ളേർ പറയും, നേരിട്ട് മുഖത്ത് നോക്കി നമ്മുടെ പറയും ഒരു പ്രശ്നമുണ്ട്, അമ്മ PTA മീറ്റിംഗ് വരണ്ട, ആൻറ്റി വന്നാൽ മതി എന്ന് പറയും. പണ്ടത്തെ പിള്ളേർ പറയത്തില്ല, മനസ്സിലേ വെക്കത്തില്ലായിരുന്നു. ഇപ്പം അങ്ങനെയല്ല. ഇപ്പം മുഖത്ത് നോക്കി പിള്ളേർ പറയും, നമ്മുടെ അടുത്ത് പറയും. അപ്പോൾ നമുക്ക് സങ്കടം വരും. കുഞ്ഞുങ്ങൾക്ക് പോലും എന്നെ വേണ്ട എന്ന് പറയും. അപ്പം നിനക്ക് പ്രശ്നം, നിൻ്റെ ചുണ്ടേപ്പാണ്ട് നിനക്ക് പ്രശ്നം, നിൻ്റെ ഭർത്താവിന് പ്രശ്നം, നിൻ്റെ 2 മക്കൾക്കും പ്രശ്നം, വേറെ ആർക്കും ഇവിടെ പ്രശ്നമില്ല. പക്ഷെ കർത്താവിനത് പ്രശ്നമാണ്. നിൻ്റെ പ്രശ്നം ആർക്കാണ് പ്രശ്നമായിരിക്കുന്നത്? നിൻ്റെ ഏറ്റവും അടുത്ത മനുഷ്യർ, ബന്ധുക്കൾ ഒഴിച്ച് ബാക്കി ആരാണ് പ്രശ്നമായിരിക്കുന്നത്? അയാളുടെ പേര് യേശു എന്നായിരിക്കും. അപ്പോൾ യേശുവിനെല്ലാം പ്രശ്നമാണ്. ദൈവം സമസ്തവും അവൻ്റെ പാദത്തിൻ്റെ കീഴിലാക്കിയിരിക്കണമെന്ന് പറയുമ്പോൾ നിൻ്റെ സമസ്തവും പാദത്തിൻ്റെ കീഴിലാക്കാൻ വേണ്ടിയാണ് ദൈവം മനുഷ്യ അവതാരം ഏറ്റെടുത്തത്. എന്തിനാണ് ഈ മനുഷ്യാവതാരം ഏറ്റെടുത്തതെന്ന് പറയുമ്പോൾ നമ്മളവർക്ക് പാപത്തിന് പരിഹാരം ചെയ്യാൻ വേണ്ടിയാണെന്ന്. പക്ഷേ സത്യമായിട്ടും അതൊരു പകുതി കാര്യമാകുന്നുള്ളൂ. മനുഷ്യ അവസ്ഥയെ മുഴുവനായിട്ടാണ് യേശു ഏറ്റെടുത്തത്. Man, your faith is great എന്നൊക്കെ രക്തസ്രാവക്കാരോട് പറഞ്ഞ എന്താ കാര്യം? അവളുടെ രക്തസ്രാവം അവളുടെ വേദനയാണ്. അവൾ 12 കൊല്ലമായി നരകിക്കുന്നുണ്ട്. അവളുടെ നരകത്തെ അവൻ ഏറ്റെടുത്തു. യേശുക്രിസ്തു എന്തിനു മനുഷ്യ അവതാരം ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിന്റെയും എൻ്റെയും നരകത്തെ ഏറ്റെടുക്കുവാൻ. ഹല്ലേലൂയ, യേശു ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 യേശുവേ സ്തുതി, ഹല്ലേലൂയ, 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 ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു, യേശു കർത്താവ് ജീവിക്കുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. അപ്പം യേശു കർത്താവാണെന്ന് പറയുമ്പോൾ അവൻ ഒരു ഏറ്റെടുപ്പുകാരനാണെന്നാണ് എൻ്റെ അർത്ഥം. എന്തിൻ്റെ ഏറ്റെടുപ്പ്? നീ എൻ്റെ വേദന എന്തായിരിക്കുന്നുവോ, ഏതവസ്ഥയിലായിരിക്കുന്നുവോ അത് എല്ലാം ഏറ്റെടുക്കാൻ വേണ്ടിയാണ് അവൻ മനുഷ്യാവതാരം ചെയ്തത്. യേശുവിൻ്റെ മനുഷ്യാവതാരത്തിൻ്റെ ഉദ്ദേശം നിൻ്റെ പാപക്ഷമ മാത്രമല്ല, നിൻ്റെ വേദന, നിൻ്റെ നരകം എന്തായിരിക്കുന്നുവോ, ഏതവസ്ഥയിലായിരിക്കുന്നുവോ, ഏത് സ്വഭാവമായിരിക്കുന്നുവോ. കഴിഞ്ഞ ദിവസങ്ങളൊരു സാക്ഷ്യമുണ്ടായി. അച്ഛൻ്റെ പ്രവചനം, അതായിരുന്നു അച്ഛൻ്റെ പ്രവചനം എന്ന് പറഞ്ഞുകൊണ്ട് യൂട്യൂബ് വീഡിയോ ഇട്ടിട്ടുണ്ട്. ഞാനും ഇന്നലെയാണ് അത് കണ്ട് വായിച്ചത്. അതൊക്കെ ഞാൻ കേട്ടിട്ടില്ല. അപ്പം സംഭവം ഇതാണ്. ഒരമ്മയാണ്, അവരൊന്ന് ഉടമ്പടി ചെയ്ത്. അപ്പോൾ അവർ ഉടമ്പടി ചെയ്തതിന് ശേഷം ഉടമ്പടിയുടെ കോഴ്സ് കഴിഞ്ഞപ്പോൾ കൗൺസിൽ ചെയ്തുകൊണ്ട് വചനം പ്രാർത്ഥിച്ച് വചനം എടുത്തപ്പോൾ ഈ ചേട്ടത്തിയോട് ഞാൻ പറഞ്ഞു, നിങ്ങളുടെ മകന് വലിയൊരു ദുരന്തം ഉണ്ടാകാൻ പോകണം, അപകടം ഉണ്ടാകാൻ പോകണം. ഇത് 2019 എന്തോ വിഷയമാണെന്ന് തോന്നണം. മകനൊരു അപകടം ഉണ്ടാകാൻ പോകും. അപ്പോൾ അവർക്ക് അല്ലാതെ തന്നെ ആവും പ്രശ്നക്കാരനാണ്. കാര്യം അവൻ പള്ളിയില്ല, പട്ടക്കാരില്ല, കുർബാനയില്ല, കുമ്പസാരമില്ല, പിന്നെ എന്തൊക്കെ ഈ കഞ്ചാവും പരിടിയൊക്കെ ഉണ്ട്, അനുസരണയില്ല, വീട്ടിൽ നിൽക്കത്തില്ല, എല്ലാം കൊണ്ടും തലവേദനയാണ്. ഈ മകനെക്കുറിച്ചാണ് ഞാൻ പറയണത്. ഒരു മകനേ ഉള്ളൂ. നിങ്ങളുടെ മകന് എന്തോ ദുരന്തം ഉണ്ടാകാൻ പോകണം. ഈ മകൻ്റെ കാര്യത്തെക്കുറിച്ച് അവർ എന്നോട് സംസാരിച്ചിട്ടുണ്ടെന്ന് ഞാൻ അറിയത്തില്ല. വചനം എടുക്കുമ്പോൾ മെസ്സേജ് അങ്ങനെയാണ് പോണത്. അപ്പോൾ അപകടം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഞാനൊരു അപകടം ബ്ലോക്ക് ചെയ്തുകൊണ്ട്, അപകടം എന്ന് പറയുന്നത് സമസ്തത്തിലുള്ളതാണത്. ഇപ്പം നമ്മൾ പറയുന്ന 1 Corinthians 15:26 ദൈവം സമസ്തവും അവൻ്റെ പാദത്തിൻ്റെ കീഴിലാക്കിയെന്ന് പറയുമ്പോൾ നിൻ്റെ വാഹന അപകടം അവൻ്റെ പാദത്തിൻ്റെ കീഴിലാണ്, അവൻ്റെ കൺട്രോളിലുള്ളതാണ്. നിനക്ക് നിൻ്റെ അശ്രദ്ധ കൊണ്ട് വരണതാണ്. പക്ഷേ നീ യേശുവിനെ സ്വീകരിച്ച് കഴിയുമ്പോൾ നിൻ്റെ അപകടം അവൻ്റെ കൺട്രോളിലാകും. നിനക്ക് വരാൻ പോകുന്ന അപകടം അവൻ്റെ കൺട്രോളിലാകും. പിന്നെ പ്രശ്നമില്ല. യേശുവിനെ സ്വീകരിക്കേണ്ടതുപോലെ സ്വീകരിക്കാത്തത് കൊണ്ടാണ് പലപ്പോഴും നമുക്ക് പ്രൊട്ടക്ഷൻ നഷ്ടപ്പെടുന്നത്, സംരക്ഷണം നഷ്ടപ്പെടുന്നത്. അപ്പോൾ അതായത് അപകടം മനസ്സിലാക്കിയപ്പോൾ ഞാൻ മാതാവിൻ്റെ ഒരു കാശ് രൂപ വെഞ്ചരിച്ച് അവന് കൊടുത്തു. അവനെ കൊന്തയും കാശൊന്നും ഇടുന്ന കക്ഷിയല്ല, അവൻ വലിച്ചു പിടിച്ച് കളയും. അവന് നാണക്കല ഇതൊക്കെ ഇടുന്നു. പക്ഷേ ഇവൻ്റെ അപ്പനോട് അവൻ സംസാരിക്കാറില്ല. അപ്പനും മകനും തമ്മിൽ ഗംഭീര ഉടക്കാണ്.
പക്ഷേ അമ്മയാണ് പിന്നെ ഇവനെ കൊണ്ടു നടന്ന് ഇവൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളും സഹിച്ച് ഇവനെ കൊണ്ടു നടക്കുക. അത് കാരണം അവന് അമ്മയോട് ഒരു ഉള്ളിൻ്റെ ഉള്ളിലൊരു തേറ്റമുണ്ട്. ഇവൻ ധൃതിക്ക് ഓടി പുറത്തേക്ക് എന്തോ ജോലിക്ക് പോയപ്പോൾ അമ്മ പുറകെ നടന്ന മകനെ ഇതൊന്നും ഇട്ടുകൊണ്ട് പോടാന്ന് പറഞ്ഞുകൊണ്ട് ഈ കാശുരവും കൊന്തയും കൂടി കൂട്ടി അവൻ്റെ കടുത്തിട്ടു. എന്തോ അവനതിട്ട് അമ്മ പറഞ്ഞതനുസരിച്ച് അവൻ ഡ്രൈവിംഗ് ലൈസൻസൊക്കെ കഴിഞ്ഞിട്ട് വണ്ടി കിട്ടി, വണ്ടി ഓടിക്കാൻ പോയിരുന്നു. വണ്ടി പോയി പാലത്തോട്ടിടിച്ച് വണ്ടി അപ്പാടെ മറിഞ്ഞ് താഴെ വീണ് വണ്ടി നാട്ടുകാരോ വണ്ടി നമ്പർ വിളിച്ച് പോലീസിൽ അറിയിച്ച് പോലീസ് ഈ RTOയിൽ അറിയിച്ച് RTO ഓണറിനെ എടുത്തുനിന്ന് വണ്ടിയുടെ ഓണറെ നോക്കിയപ്പോൾ ഓണർ ഒരു ട്രാവലിംഗ് ഏജൻസിയാണ്. RTO ട്രാവലിംഗ് ഏജൻസി വിളിച്ച് പറഞ്ഞു നിങ്ങളുടെ വണ്ടി ഇന്ന പാലത്തിൻ്റെ അടിയിൽ തകർന്ന് കിടപ്പുണ്ടെന്ന് പറഞ്ഞു. അവിടെ അവർ വന്ന് ഉടനെ ഇവർ വന്ന് നോക്കിയപ്പോൾ ഈ മകനെ കാണാനില്ല, ഇതിൻ്റെ അകത്ത് വണ്ടി ഓടിച്ച് ഡ്രൈവറിനെ കാണാനില്ല. JCB വന്ന് ഫയർ എഞ്ചിൻ വന്നു, ഇതൊക്കെ പൊക്കി നോക്കിയിട്ട് ഡ്രൈവറെ കാണാനില്ല. അപ്പോൾ ഉടനെ ഇവർ അമ്മേനെ വിളിച്ചു, ഡ്രൈവർ ഏജൻസി, നിങ്ങളുടെ മകൻ ഓടിച്ചിരുന്ന വണ്ടിയാണ്, വണ്ടി അപകടപ്പെട്ടു, വണ്ടി കണ്ട് ഇപ്പോൾ തരിപ്പണമായി, പക്ഷേ നിങ്ങളുടെ മകനെ കണ്ടിട്ടില്ലെന്ന് പറഞ്ഞു. അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ മകൻ വന്ന് അവരുടെ മുമ്പിൽ നിൽക്കണം. എന്നുവെച്ചാൽ ഇവൻ തെറിച്ചു പോകാൻ പറ്റും ഇതിൻ്റെ അകത്തുനിന്ന്. ഇതെന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു വരുന്നത്, സമസ്തവും ദൈവം അവൻ്റെ പാദത്തിൻ്റെ കീഴിലാക്കണമെന്ന് പറയുമ്പോഴേ അതിൽ ഇത് മുൻകൂട്ടി ഈ അമ്മയുടെ വിശ്വാസം കൊണ്ടാണ് മുൻകൂട്ടി അറിയാൻ പറ്റണത്. ഈ അമ്മയ്ക്ക് പോലും ആ വീട്ടിൽ വിശ്വാസമില്ലെന്നുണ്ടെങ്കിൽ ഈ മകൻ ചത്ത തന്നെ. നമ്മൾ ഒരു യേശു കർത്താവാണെന്ന് പറയുമ്പോൾ നിൻ്റെ ഭൂതത്തിൻ്റെ വർത്തമാനത്തിൻ്റെ മാത്രമല്ല നിൻ്റെ ഭാവിയുടെയും കർത്താവാണ്. നിൻ്റെ ഭാവിയുടെയും കർത്താവാണ്. നിനക്ക് നാളെ എന്ത് സംഭവിക്കും എന്നുള്ളത് യേശുവിനറിയാം. പക്ഷേ യേശുവും നീയും തമ്മിലൊരു ബന്ധമുണ്ട്, അല്ലെങ്കിൽ നിൻ്റെ അമ്മയും തമ്മിൽ യേശുവിനൊരു ബന്ധമുണ്ടെന്നുണ്ടെങ്കിൽ യേശുവിൻ്റെ കർത്താവിൻ്റെ അടുത്ത സംരക്ഷണം നിനക്ക് അവകാശമായി മാറുകയും ഓഹരിയാക്കുകയും ചെയ്യും. ദാറ്റ് മീൻസ് നിൻ്റെ ഭാവിയുടെയും കർത്താവാണ്. നിനക്ക് സംഭവിക്കാൻ പോകുന്ന വിഷയങ്ങളുടെ എല്ലാം കർത്താവായി ദൈവം നിശ്ചയിച്ചതിൻ്റെ പേരാണ്, അവൻ്റെ പേരാണ് യേശു. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ സ്തുതി ഹല്ലേലൂയ ഹല്ലേലൂയ മഹത്വം മഹത്വം കർത്താവേ ആരാധന. യേശുവേ രക്ഷക കർത്താവേ നാഥനേ യേശുവേ രക്ഷക കർത്താവേ നാഥനേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ യേശുവിനെ സ്വീകരിക്കുമ്പോൾ സമഗ്രമായിട്ട് സ്വീകരിക്കണം. അതാണ് വിഷയം. യേശുവിനെ സ്വീകരിക്കുമ്പോൾ നിൻ്റെ കല്യാണം ഒത്തുവരാത്തത് കൊണ്ട് നിൻ്റെ അനുരൂപനായ ജീവിത പങ്കാളിയെ കിട്ടാൻ വേണ്ടി ആ ഒരു മിനിമം പ്രോഗ്രാമായിട്ട് യേശുവിനെ ഒതുക്കരുതെന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. നിനക്ക് വീടില്ല, നിൻ്റെ ലോൺ പാസ്സായില്ല, ആ ഒരു വിഷയത്തിന് മാത്രം യേശുവിനെ ഒതുക്കും. അപ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ പലർക്കും സംഭവിക്കുന്ന ഒരു ദുരന്തമാണത്. എന്താണ്? പ്രശ്നാധിഷ്ഠിതമായിട്ട് യേശുവിനെ സ്വീകരിക്കും, ആ പ്രശ്നം കഴിയുമ്പോൾ യേശുവിനെ ഉപേക്ഷിക്കും. ഇവിടെയാണ് കുഴപ്പം സംഭവിച്ചിരിക്കുന്നത് എല്ലാവർക്കും. നിങ്ങൾ കൈ ഉയർത്തുമ്പോൾ കർത്താവിനറിയാം ഇതൊരു പർട്ടിക്കുലർ സബ്ജക്റ്റിന് വേണ്ടിയുള്ള കയ്യാങ്കളികളാണ്, അത് നേടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ പൊടി പോലും കാണത്തില്ലെന്ന്. പിന്നെ യേശു കർത്താവല്ല. പ്രശ്നങ്ങൾ ഉള്ള സമയത്ത് അത് നേടുന്ന കാലവും യേശു കർത്താവാണ്. പിന്നെ വേറെ ആരെങ്കിലും ആയിരിക്കും കർത്താവ്. നിങ്ങളുടെ ലിഷർ ടൈമിൽ ആരാണ് നിങ്ങളുടെ കർത്താവ്? നിങ്ങളുടെ പ്രശ്നമില്ലാത്ത കാലത്ത് ആരാണ് നിങ്ങളുടെ കർത്താവ്? അതാണ് ചോദ്യം. നിങ്ങൾക്ക് പ്രശ്നങ്ങളില്ലാത്ത കാലത്ത് ആരാണ് നിങ്ങളുടെ കർത്താവ്? പക്ഷേ ചിലപ്പോൾ നിങ്ങൾ തന്നെയായിരിക്കും നിങ്ങളുടെ കർത്താവ്. നിങ്ങളുടെ എസ്റ്റീം, നിങ്ങളുടെ പേര്, നിങ്ങളുടെ പെരുമ. ഒരു വീട്ടിൽ ഞായറാഴ്ച കുർബാനയുടെ സമയത്ത് നിൻ്റെ ഫ്രണ്ട് വരുന്നു, നിൻ്റെ അളിയൻ വരുന്നു, ആരെങ്കിലും വരുന്നു, ഗസ്റ്റ് വരുന്നു, അയാൾ പറഞ്ഞു ഇന്ന സ്ഥലത്ത് ഇന്ന സമയത്ത് പോയാൽ ഇന്ന ഇന്ന നേട്ടങ്ങൾ ഉണ്ടാകുമെന്ന് പറയുമ്പോൾ നീ ഞായറാഴ്ച കുർബാന മുടക്കി അവൻ്റെ പുറകെ പോകും. അപ്പോൾ ആരായിരിക്കും കർത്താവ്? ആ വന്നവനാണ് കർത്താവ്.
അബോധലങ്ങളിലെല്ലാം യേശു കർത്താവാകണം. അല്ലെങ്കിൽ പ്രശ്നാധിഷ്ഠിതമായിട്ടുള്ള ഒരു സിമ്പിൾ സൊല്യൂഷനാണ് യേശു. കംപ്ലീറ്റ് സൊല്യൂഷനാണ് യേശു. എന്നാണ് നിൻ്റെ ജീവിതത്തിൻ്റെ കംപ്ലീറ്റ് സൊല്യൂഷൻ ആകണത്, അപ്പോഴാണ് യേശു കർത്താവാകണത്. ഒന്നിനും കംപ്ലീറ്റ് സൊല്യൂഷൻ ഇല്ല. നമ്മൾ നേടുന്ന പ്രതാപങ്ങൾക്ക്, പണത്തിന്, പേരിന് ഒന്നും കംപ്ലീറ്റ് സൊല്യൂഷൻ ഇല്ല. ഞാൻ ഈ ദിവസങ്ങളിൽ ഒരു ന്യൂസ് പോർട്ടൽ വായിച്ചു. ന്യൂസ് പോർട്ടൽ അത് നമ്മുടെ ഫിലിം സ്റ്റാറിനെ കുറിച്ചുള്ള ന്യൂസ് പോർട്ടലാണ്. മോഹൻലാലിനെ കുറിച്ചും മമ്മൂട്ടിയെക്കുറിച്ചുള്ളൊരു ന്യൂസ് പോർട്ടലാണ്. ഇത് പ്രശ്നത്തിലേ ഉള്ളൂ. ഇദ്ദേഹം ഈ മോഹൻലാൽ ഒരു യാത്രക്കാരനാണ്, യാത്ര പ്രിയമുള്ള ആളാണ്. അയാൾ യാത്ര ചെയ്ത് പോകും. ഫിലിം ഇല്ലാത്ത സമയത്ത് എല്ലാം അയാൾ യാത്ര ചെയ്യും. നല്ല കാര്യമാണത്, സഫാരി. അപ്പോൾ യാത്ര ചെയ്ത് ഈ മനുഷ്യൻ ഭൂട്ടാനിൽ പോകും. ഭൂട്ടാനിൽ പോകുമ്പോൾ ഒരു തിരക്കഥാകൃത്ത് കൂടെ ഉണ്ടാവും. ഈ തിരക്കഥാകൃത്തും ഈ ഫിലിം സ്റ്റാറും കൂടിയാണ് ഭൂട്ടാനിൽ പോകണമെന്ന് വെച്ചാൽ ഒരു ബുദ്ധക്ഷേത്രത്തിൽ പോണതാണ്. ഒരു ബുദ്ധക്ഷേത്രത്തിൽ ആൾക്കാരെല്ലാം പോകുന്ന ഒരു തീർത്ഥാടന കേന്ദ്രമാണ് ബുദ്ധക്ഷേത്രം. ഇപ്പോൾ ഭൂട്ടാനൊക്കെ നിങ്ങൾക്കറിയാമല്ലോ, ഹിമാലയത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ നമ്മൾ മലയാറ്റൂരും ശബരിമലയൊക്കെ പോകണമെങ്കിൽ വടി കുത്തി പിടിച്ചേ പോകാൻ പറ്റത്തുള്ളൂ. വടി കുത്തിയേ കയറാൻ പറ്റത്തുള്ളൂ. നല്ല ഉയരമാണ്, 10,000-6,000 അടി ഉയരത്തിലാണ് സംഭവം. എന്നാലും ജനങ്ങൾ പോണതാണ്. ഇങ്ങനെ പോകുന്ന സമയത്ത് ഒരു മധ്യപ്രദേശുകാരൻ, മോഹൻലാൽ കാവ്യവേഷത്തിലും കുറേ തലയിലൊക്കെ കെട്ടിയാണ് പോണത്. എന്നാലും ഈ മധ്യപ്രദേശുകാരന് ഇയാളെ മനസ്സിലാകും. ഇയാളെ എപ്പോഴും കണ്ടുപരിചയം. അയാൾ ഈ ഇങ്ങനെയൊക്കെ കുറച്ചുകൂടി മുമ്പോട്ട് കയറി നടക്കുകയാണ്. അയാൾ ധൃതിക്ക് പോവുകയാണ് മലമുകളിലേക്ക്, ബുദ്ധക്ഷേത്രത്തിൽ പോയി. അപ്പോൾ തിരിഞ്ഞ് ഈ മോഹൻലാലിനെ നോക്കുമ്പോൾ ഉടനെ പറയും, യുവർ ആക്ടർ മമ്മൂട്ടി എന്ന് എന്നോട് ചോദിക്കും. യുവർ ആക്ടർ മമ്മൂട്ടി എന്ന് ഈ മധ്യപ്രദേശുകാരൻ ചോദിക്കും. അപ്പോൾ മോഹൻലാൽ പറയും ഓക്കെ യെസ് എന്ന് പറയും. അപ്പോൾ ഉടനെ തിരക്കത്താകത്ത് മോഹൻലാലിൻ്റെ മുഖത്തോട്ട് നോക്കും. ഇതിൻ്റെ പരിപാടി. മധ്യപ്രദേശുകാരൻ മുമ്പോട്ട് പോയിട്ട് പിന്നെ കുറച്ച് കഴിയുമ്പോൾ എന്തോ കുഴപ്പം സംഭവിച്ചെന്ന് പറഞ്ഞ് അയാൾ തിരിച്ചു വരും. തിരിച്ചു വന്നിട്ട് വീണ്ടും മോഹൻലാൽ ചോദിക്കും, യുവർ ആക്ടർ മോഹൻലാൽ. അപ്പോഴും യെസ്, അപ്പോഴും യെസ് എന്ന് പറയും. എന്നിട്ട് അയാൾ പോകും. അപ്പോഴും ഈ തിരക്കഥാകൃത്ത് മോഹൻലാലിനോട് അയാൾ പോയി കഴിഞ്ഞ് ചോദിക്കുമ്പോൾ തിരക്കഥാകൃത്ത് ചോദിക്കുമേ, നിങ്ങളെന്താ ഇങ്ങനെ സംസാരിക്കണത്? മമ്മൂട്ടിയാണെന്ന് ചോദിച്ചപ്പോൾ മമ്മൂട്ടിയാണെന്ന് പറഞ്ഞ്. ഇപ്പോൾ മോഹൻലാലാണെന്ന് ചോദിച്ചപ്പോൾ മോഹൻലാലാണെന്ന് പറഞ്ഞ്. ഇതെന്ത് ഇങ്ങനെ ഉത്തരം പറഞ്ഞെന്ന് ചോദിച്ചപ്പോൾ മോഹൻലാൽ ഒരു മറുപടി പറയും, ഈ അജ്ഞാതമായ ലോകത്ത് ആരായിട്ട് എന്ത് കാര്യമെന്ന്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പോയി. ഞാൻ സാധാരണ ഇവരെ ഫോളോ ചെയ്യാത്ത ആളാണ്. പോർട്ടലായതുകൊണ്ട് ഇതിൻ്റെ ഒരു ആധ്യാത്മികമായ ഒരു അംശമുണ്ട് ഇതിനകത്ത്. എന്താണ് ഉത്തരം കണ്ടില്ലേ? ഈ അജ്ഞാതമായ ഈ ലോകത്ത് ആരായിട്ട് എന്ത് കാര്യം. ഇപ്പോൾ ഈ മനുഷ്യൻ കുറച്ച് പത്മഭൂഷണാണ്. എന്താ സംഭവം? പത്മഭൂഷണാണ്. പിന്നെ എന്താ, കേണലാണ്. കേരളത്തിലൊരു ഫിലിം സ്റ്റാറിന് എത്തിപ്പെടാവുന്ന ഏറ്റവും നല്ല മേഖലയിലാണ്, ഏറ്റവും ഉന്നതത്തിലാണ്. ഈ ഉന്നതത്തിൽ നിന്നുകൊണ്ടാണ് ഈ മനുഷ്യനിങ്ങനെ പറയണത്. എന്താണ്? ഈ അജ്ഞാതമായ ലോകത്ത് ആരായിട്ട് എന്ത് കാര്യമെന്ന്. എന്നുവെച്ചാൽ ഇതൊക്കെ തന്നെ അറിയണ ഒരു ജനക്കൂട്ടത്തിൻ്റെ മുമ്പിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിന് അർത്ഥമുള്ളൂ. പറഞ്ഞ മനസ്സിലായില്ലേ? നമ്മളറിയണ ഒരു ജനക്കൂട്ടത്തിൻ്റെ മുമ്പിലേ മാത്രമേ നമ്മുടെ ജീവിതത്തിന് അർത്ഥമുള്ളൂ. അല്ലെങ്കിൽ ഒരർത്ഥവുമില്ല. നമ്മൾ ആരായിട്ട് ഒരു കാര്യമില്ല. സത്യമാണത്. നമ്മളറിയണ ഒരു ജനക്കൂട്ടം വിട്ടുപോയാൽ നമ്മൾ ആരുമല്ല. ആരായിട്ട് എന്ത് കാര്യം? നമ്മളറിയണ ഒരു ജനക്കൂട്ടം വിട്ടുപോയാൽ നമ്മൾ ആരുമല്ല. ആരായിട്ടൊരു കാര്യമില്ല. അപ്പം നമ്മളിൽ നേടിയതും നമ്മളായിരിക്കണതും നമ്മുടെ ഔന്നത്യവും നമ്മുടെ ബഹുമതിയും ഒക്കെ ഒരു നിരർത്ഥകമാണ്. ഞാൻ എന്തെങ്കിലും പറയണമെന്നറിയാവോ? അതായത് ഈ ജനക്കൂട്ടം തന്നെ എത്ര കാലം നമ്മുടെ കൂടെ ഉണ്ടാകും? ഇല്ല, ഉണ്ടാകത്തില്ല. ആ പ്രിയ വാര്യർ എന്ന് പറഞ്ഞൊരു കുട്ടിക്ക് എത്രയോ റേറ്റിംഗ് വന്നതാണ്. ഇപ്പോൾ റേറ്റ് താഴെ പോയി. ജനക്കൂട്ടം ഉണ്ടാക്കുന്ന റേറ്റിൻ്റെ അവസ്ഥ കണ്ടില്ലേ? എന്ത് റേറ്റ്? 10-30 ലക്ഷം റേറ്റിംഗ് വന്നതാണ്, നേരെ താഴെ പോയി. ഇതുപോലെ ഓരോ സോഷ്യൽ മീഡിയയിലെല്ലാം റേറ്റിംഗ് അല്ലേ? ഇന്ന് റേറ്റിംഗ് ഉള്ളവന് നാളെ റേറ്റിംഗ് ഇല്ല. എന്താ? ജനക്കൂട്ടം വന്നതുപോലെ പോകും. കുമാരനാശാൻ പറഞ്ഞതുപോലെ വരും. ഓരോ ദശ വന്നതുപോലെ പോകും. മനുഷ്യനെന്താ കുഴപ്പം? മനുഷ്യൻ ദൈവത്തെ വിട്ടിട്ട് ഈ പണം, പ്രതാപം ഇതിനെ അങ്ങ് മനസ്സർപ്പിച്ച് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് കർത്താവായിട്ട് മാറും. യേശു കർത്താവായണമെന്ന് പറയുമ്പോഴേ ഞാൻ സബ്ജക്റ്റിൽ നിന്ന് പോയിട്ടൊന്നുമില്ലേ,
നിങ്ങൾക്ക് തോന്നരുത് ഞാൻ സിനിമ കഥ പറയണമെന്ന്. അതായത് കർത്താവ് ചേഞ്ച് ചെയ്യും ചില സമയത്ത്. ഈ ലോകം തരുന്ന കർത്താക്കന്മാർ ജനക്കൂട്ടത്തിൻ്റെ സ്വാധീനമായാലും ശരി, പണമായാലും പ്രതാപമായാലും നമുക്കുണ്ടാകുന്ന ഔന്നത്യമായാലും ശരി, ഈ വന്നതുപോലെ ഈ സ്തംഭം അങ്ങോട്ട് പോകും. പക്ഷേ പ്രശ്നങ്ങൾ വരുമ്പോൾ മാത്രം ദൈവത്തെ കർത്താവായിട്ട് സ്വീകരിക്കുകയും അല്ലാത്തപ്പോൾ കർത്താവായിട്ട് ഇതുപോലെ നിരർത്ഥകമായിട്ടുള്ള വിഷയങ്ങൾക്ക് നമ്മൾ പ്രാധാന്യം കൊടുത്താൽ ഒരിക്കലും യേശുവിനെ കർത്താവായി നമ്മൾ സ്വീകരിക്കുന്നില്ല, റിജക്റ്റ് ചെയ്യപ്പെടുന്നു. അപ്പോൾ യേശുവിനെ കർത്താവായി സ്വീകരിക്കുന്നവൻ ഏത് കാലാവസ്ഥയിലും യേശുവിനെ മാത്രമേ സ്വീകരിക്കാൻ നമ്മുടെ മനസ്സ് ഒരുക്കമുള്ളവരായിരിക്കണം. ശ്രുതികട ഹല്ലേലൂയ, യേശു സ്വന്തം ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ രക്ഷകാ കർത്താവേ നാഥനേ, യേശുവേ രക്ഷകാ കർത്താവേ നാഥനേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പം പ്രശ്നാധിഷ്ഠിത കർത്താക്കന്മാരെ ഫേക്ക്, ഇപ്പം നമ്മൾ ദൈവങ്ങൾക്ക് എന്തെന്നാണ് ഇംഗ്ലീഷുകാരൻ പറയണത്, ഫേക്ക് ഗോഡ് എന്നാണ് പറയണത്. അപ്പം പറയണതാണ് കറക്റ്റ്. നമ്മൾ പറയുമ്പോൾ ദൈവങ്ങളെന്ന് പറയുമ്പോൾ ഏതാണ്ട് മനുഷ്യന് ദൈവത്തിൻ്റെ ഒരു വേഷപ്പകർച്ച വരും. പക്ഷേ ഇംഗ്ലീഷുകാരൻ കറക്റ്റ് പേരാണ് പറയണത്, ഫേക്ക് ഗോഡ്, കള്ളദൈവം. ഇതുപോലെ കള്ളക്രിസ്തുമാരെ വചനത്തിലുള്ളതാണ്, കള്ളക്രിസ്തുമാരുണ്ടാകുമെന്ന്. അന്തിക്രിസ്തുമാരും കള്ളക്രിസ്തുമാരും എന്നാണ് യോഹന്നാൻ പറയണത്. അതായത് ആരെല്ലാം ഇപ്പോൾ പണമായാലും പ്രതാപമായാലും ആരോഗ്യമായാലും നമ്മൾ ഒന്നാം സ്ഥാനം കൊടുക്കുന്ന എല്ലാം കള്ളക്രിസ്തുവാണ്. ഫേക്ക് ജീസസ് എന്ന് പറയും, ഫേക്ക് ജീസസ്, ഫേക്ക് ഗോഡാണ്. ഈ കള്ളക്രിസ്തുവിനെ യഥാർത്ഥ ക്രിസ്തുവിനെ ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റത്തില്ല. ദൈവത്തെയും മാമവിനെയും ഒരുമിച്ച് സേവിക്കാൻ സാധ്യമല്ലെന്ന് ഈശോ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ യേശുവിനെ കർത്താവായി സ്വീകരിക്കുന്നവൻ യേശുവിനെ തന്നെ ശാശ്വതമായി സ്വീകരിക്കാൻ വേണ്ടി ഹൃദയത്തിൽ ബോധപൂർവം ശ്രമിക്കേണ്ടതാണ്. ശ്രുതികട ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 യേശുവേ സ്തുതി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശു കർത്താവാണെന്ന്, യേശു ദൈവമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. യേശു കർത്താവാണെന്ന്, യേശു ദൈവമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. യേശുവേ രക്ഷകാ കർത്താവേ നാഥനേ, യേശുവേ രക്ഷകാ കർത്താവേ നാഥനേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, അതായത് നമ്മുടെ ജീവിതത്തിലെ വിശ്വാസത്തെ കറക്റ്റ് ചെയ്ത് നമ്മൾ ആശ്രയം വെച്ചിരിക്കുന്നത് ആരിലാണെന്നുള്ള ബോധ്യത്തോടു കൂടി നമ്മൾ ദൈവദൃശ്യനെ പ്രാർത്ഥനാപൂർവ്വം വ്യാപരിക്കുമ്പോഴാണ് ആദ്യം പറഞ്ഞ ഭക്തിയിലേക്ക് നമ്മൾ വരും. ഭക്തി വലിയ കാര്യമാണ്. പക്ഷേ ഭക്തിയിലേക്ക് വരുന്നതിന് മുമ്പ് കുറേ പ്രക്രിയകളുണ്ട്. ഭക്തിയുടെ മുന്നേ വരുന്ന ചില പ്രക്രിയകൾ. ഒന്നാമത്തിൽ വിശ്വാസം കൃത്യമാക്കണം. ഇപ്പോൾ വിശ്വാസം എന്ന് പറയുന്നത്, വിശ്വാസം ഉണ്ടായിട്ട് കാര്യമില്ല. ഇപ്പോൾ വിശ്വാസത്തിൽ തന്നെ ഉണ്ട് ഈ ഫേക്ക് ഗോഡ്, ഫേക്ക് ഫെയ്ത്ത് ഉണ്ട്. വിശ്വാസത്തിൽ തന്നെ ഫേക്ക് ഫെയ്ത്ത് ഉണ്ട്, റൈറ്റ് ഫെയ്ത്ത് ഉണ്ട്. ഈ വിശ്വാസം എന്ന് പറയുന്നത്, വിശ്വാസം ഉള്ളത് കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. കാരണം പൗലോസ് പറയും, ആരിലാണ് ഞാൻ ആശ്രയം വെച്ചതെന്ന് എനിക്കറിയാമെന്ന്. വിശ്വാസം ഉണ്ടായിട്ട് കാര്യമില്ല. വിശ്വാസം ആരിലുണ്ടാകണമെന്ന്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന്, കഴിഞ്ഞ ദിവസങ്ങളിൽ ചിറ്റൂരിൽ ഒരു കൊലപാതകം നടന്ന് നമുക്ക് വായിച്ചതാണ്, നിങ്ങൾ എല്ലാവർക്കും അറിയാവുന്നത്. അപ്പം അതിൻ്റെ അകത്ത് വരുന്നത് ഈ അലക്ക എന്ന് പറയുന്ന കുട്ടി, അവൾ കളക്ടറാകാൻ വേണ്ടി IAS പഠിക്കുന്ന കുട്ടിയാണ്, പഠിച്ചുകൊണ്ട് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടിയാണ്. അലക്ക സായി ദിവ്യ എന്ന് പറയുന്ന അവളുടെ ചേടത്തിയെ കൊന്നു കളഞ്ഞു. പുരുഷോത്തമൻ നായിഡു എന്ന് പറയുന്ന അപ്പനെ അറസ്റ്റ് ചെയ്ത്. അപ്പോൾ അത് ചോദിക്കുമ്പോൾ പറയണത് ഇതൊരു വിശ്വാസമാണ്.
എന്താ വിശ്വാസം? ഞായറാഴ്ച കൊണ്ട് കലിയുഗം അവസാനിക്കുന്നു, തിങ്കളാഴ്ച മുതൽ സദ്യുഗം വരികയാണ്. അപ്പോൾ കലിയുഗത്തിന് മുമ്പ് മരിച്ച ആൾക്കാരെ സദ്യുഗം വരുമ്പോൾ ഉയർത്തെഴുന്നേറ്റ് വരും. അതൊരു വിശ്വാസമാണ്, അല്ല കടവിശ്വാസമാണ്. അപ്പോൾ ഈ വിദ്യാഭ്യാസവും വിശ്വാസവും തമ്മിൽ ബന്ധമില്ലെന്ന് മനസ്സിലായില്ലേ? അതെന്തിന് IAS ഒരുങ്ങണ കുട്ടിയാണത്, സ്മാർട്ട് ലേഡിയാണ്. പക്ഷേ അവൾ ഈ വിശ്വാസം തലക്കി കയറിയിട്ട് ആരെ കൊന്ന് അവളുടെ ചേട്ടത്തിനെ കൊന്ന് കളഞ്ഞു. അവളുടെ അമ്മ അത് അംഗീകരിക്കുന്നു എന്നുള്ളതാണ് സത്യം. അമ്മ ഉദ്യോഗസ്ഥയാണ്, പ്രൈവറ്റ് കമ്പനിയിലാണ് ഉദ്യോഗസ്ഥ. അപ്പനും അംഗീകരിക്കുന്നുണ്ട് ആ സംഭവം. അപ്പോൾ അതൊരു വിശ്വാസമാണ്. ഇതുപോലെയുള്ള കുറേ വിശ്വാസങ്ങൾ ലോകത്തുണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ യേശുവിലുള്ള വിശ്വാസത്തിന് സത്യവിശ്വാസം എന്ന് പറയാൻ കാരണം. ഈശോ തന്നെ ലോകത്തിൽ ഐ ആം ദ ട്രൂത്ത്, ഇപ്പം 14:6 എന്താ പറയണത്? ഐ ആം ദ ട്രൂത്ത് എന്ന് പറഞ്ഞിട്ട് എന്താണ്? ഞാൻ വഴിയും സത്യവും ജീവനുമാകുന്നു. അപ്പം ഞാൻ സത്യമാണെന്ന് ലോകത്ത് ഒരു മനുഷ്യനും പറഞ്ഞിട്ടില്ല, അവകാശം ഉന്നയിച്ചിട്ടില്ല. മാർക്സായാലും എംഗൽസ് ആയാലും ലെനിനായാലും എയ്ൻസ്റ്റീനായാലും ആരും അവർ സത്യമാണെന്ന് ക്ലെയിം ചെയ്തിട്ടില്ല. ഈ 33 വയസ്സുകാരൻ ഐ ആം ദ ട്രൂത്ത് എന്ന് പറഞ്ഞാൽ അത് ക്ലെയിമാണ്. കാര്യം വേറെ ആരും ക്ലെയിം ചെയ്തിട്ടില്ല. അവൻ ക്ലെയിം ചെയ്ത സത്യത്തിന് വേണ്ടി അവൻ മരിക്കുവാനും അവൻ്റെ പിതാവായ സത്യത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അവൻ ഉയർത്തെഴുന്നേൽപ്പിക്കുവാനും തയ്യാറാകുമ്പോഴേ സത്യത്തോടുള്ള വിശ്വാസമാണ് സത്യവിശ്വാസം. വിശ്വാസം എങ്ങനെയോ ഉണ്ടാകാം, ആർക്കും ഉണ്ടാകാം, എന്തിനും ഉണ്ടാകാം. പക്ഷേ സത്യത്തിനോട് വിശ്വാസം ഉണ്ടാകുമ്പോഴാണ് അത് വർക്കൗട്ടാണത്. എപ്പോൾ വർക്കൗട്ടാവും? നിത്യത വരെ. ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ നന്ദി, ഹല്ലേലൂയ 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 യേശുവേ സ്തുതി, ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഇസ്രായേലിൻ നാഥനായി വാൺ ഏക ദൈവം, സത്യജീവമാർഗമാണു ദൈവം. മർത്യനായി ഭൂമിയിൽ പിറന്നു സ്നേഹദൈവം, നിത്യജീവനേകിടുന്നു ദൈവം. പിതാവേ ദൈവമേ, അവിടുത്തെ രാജ്യം വരേണമേ, അങ്ങേ തിരുഹിതം ഭൂമിയിൽ എന്നും നിറവേറിടേണമേ. പിതാവേ ദൈവമേ, അവിടുത്തെ രാജ്യം വരേണമേ, അങ്ങേ തിരുഹിതം ഭൂമിയിൽ എന്നും നിറവേറിടേണമേ. നിനക്ക് യേശുവിലെ സത്യത്തോട് വിശ്വാസം തോന്നിയാൽ പിന്നെ നിനക്കൊന്നും പ്രതിബന്ധം ഉണ്ടാകത്തില്ല. നിനക്ക് കടമുണ്ടാകാം, രോഗമുണ്ടാകാം, നീ വല്ല സങ്കടപ്പെട്ട ഒരു അവസ്ഥയിലായിരിക്കും ചിലപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. പക്ഷേ നിനക്ക് യേശുവിനോട് സത്യത്തോട് വിശ്വാസം തോന്നിയാൽ പിന്നെ നിനക്കൊന്നും പ്രതിബന്ധം ഉണ്ടാകത്തില്ല. എന്താ കാര്യം? നമ്മൾ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷമില്ലേ, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 5:19, അവിടെ ഒരു തളർവാദ രോഗിയെ എല്ലാവരും കൂടി കൊണ്ടുവരുന്നതാണ് രംഗം. ഒരു തളർവാദ രോഗിയെ യേശുവിൻ്റെ അടുത്ത് കൊണ്ടുവരും. പക്ഷേ എന്താണ്, യേശുവിൻ്റെ അടുത്ത് എത്താൻ പറ്റത്തില്ല. അപ്പോൾ എന്തുകൊണ്ട് അവരെന്ത് ചെയ്യും? യേശുവിൻ്റെ അടുത്ത് എത്താൻ പറ്റാത്തപ്പോൾ എന്ത് ചെയ്യും? അവർ മേൽക്കൂര പൊളിച്ചോ ഓടിളക്കിയോ അവർ തളർവാദ രോഗിയെ കട്ടിലോടുകൂടെ യേശുവിൻ്റെ അടുത്ത് എത്തിക്കും. അപ്പോൾ യേശു എന്നാ പറയണത്? അവരുടെ വിശ്വാസം കണ്ട്. 5:20 എന്താ പറയണത്? ലൂക്കാസ് വിശേഷം അവരുടെ വിശ്വാസം കണ്ട്. ആരുടെ വിശ്വാസം? ഈ രോഗിയെ കൊണ്ടുവന്ന ആൾക്കാരുടെ വിശ്വാസം. രോഗിക്ക് വിശ്വാസം ഉണ്ടാകണമെന്ന് ഒരു നിർബന്ധമില്ല, കൊണ്ടുവന്ന ആൾക്കാർക്കുണ്ടായാൽ മതി. അവരുടെ വിശ്വാസം കണ്ട് അവൻ ആ തളർവാദ രോഗിയോട് പറഞ്ഞു, നിൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഒരു ചോദ്യം വന്നത്, എന്തുകൊണ്ടാണ് ഇവർക്ക് നേരിട്ട് യേശുവിൻ്റെ അടുത്ത് കൊണ്ടുവരാൻ പറ്റാഞ്ഞത്? ജനക്കൂട്ടം നിമിത്തമെന്നാണ് എഴുതിയിരിക്കുന്നത്. ജനക്കൂട്ടം നിമിത്തം, അതാണ് പ്രശ്നം. ജനക്കൂട്ടം നിമിത്തമാണ് യേശുവിൻ്റെ അടുത്ത് ഈ രോഗിനെ എത്തിക്കാൻ ആ കൊണ്ടുവന്ന ആൾക്കാർക്ക് പറ്റാതിരുന്നത്. ജനക്കൂട്ടം എപ്പോഴും പ്രശ്നമാണ്. നമുക്ക് യേശുവിനെ അനുഭവിക്കുന്നതിന് തടസ്സമായിട്ട് ജനക്കൂട്ടം വരും. എന്താണ്?
ഓ അവരെന്ത് വിചാരിക്കും, നിങ്ങൾ കൃപാസനത്തിൽ എവിടെ പോകണം, ആരും മിണ്ടത്തില്ല. ചില ആൾക്കാർ സ്വന്തം പള്ളിയിൽ പോകത്തില്ല, കൃപാസനത്തിൽ വരും. സ്വന്തം പള്ളിയിൽ പോകത്തില്ല. ഇനി കൃപാസനത്തിൽ വരുമ്പോൾ തന്നെയും എന്താ നോക്കണത്, അങ്ങോട്ട് ഇങ്ങോട്ട് നോക്കും, നാട്ടുകാരെ ഉള്ളിൽ ഉണ്ടാകുന്ന നോക്കും. ജനക്കൂട്ടം ദൈവത്തെ അവർ വിളിക്കണതും ദൈവത്തെ ആശ്രയിക്കുന്നതും ജനക്കൂട്ടം കാണുമ്പോൾ അവരെന്ത് ഓർക്കുമെന്ന് തോന്നും. അവിശ്വാസികളാണ് ശരിക്കും. നിങ്ങളുടെ നിലപാട് കൊണ്ട് തന്നെ നിങ്ങളുടെ വിധി നിങ്ങൾ നിശ്ചയിച്ച് കഴിയുകയും. അതായത് ഇപ്പം ജനക്കൂട്ടം കണ്ടില്ലേ ദേവൻ, ഇപ്പം ജനക്കൂട്ടം മാഞ്ഞു പോകുന്ന സംഭവമാണ്. അജ്ഞാതമായ ലോകത്ത് ആരായിട്ട് എന്ത് കാര്യം, ഒരു കാര്യമില്ല. ജനക്കൂട്ടം ഉണ്ടാകുമ്പോൾ ഒരു പക്ഷേ സംഭവിക്കണത് എന്താണ്, നിൻ്റെ വില പോകുമോ, നിൻ്റെ റേറ്റിംഗ് പോകുമോ, ഇങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. ഇത് മനുഷ്യൻ്റെ അസ്തിത്വത്തിലുള്ള ഒരു അഹങ്കാരമാണ്. ഇതാണ് യേശുവിനെ കർത്താവാക്കിയത്. എന്താണ്, അവൻ വിനയാന്യതനായി, അവൻ തന്നെ താഴ്ത്തിയെന്ന് പറഞ്ഞില്ലേ. എന്തിനാണ്, ജനക്കൂട്ടത്തിൽ അവന് ഉണ്ടാകുന്ന നിലവാരം നമുക്ക് എപ്പോൾ നമ്മൾ താഴ്ത്തുന്നു. ഇപ്പം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഒത്തിരി പേര് സമയത്ത് മുട്ട നിൽക്കുന്ന പ്രാർത്ഥനകളുണ്ട്. ചില ആൾക്കാർ മുട്ട നിൽക്കത്തില്ല, ദിവ്യകുർബാന ഉയർത്തിയാലും മുട്ട നിൽക്കത്തില്ല. ഒരു പുന്നപ്രകാരം ഞാൻ പള്ളിത്തോട്ട് ഇരിക്കുമ്പോൾ എൻ്റെ കുർബാനയ്ക്ക് എല്ലാവരും മുട്ട നിൽക്കും. ഇല്ലെങ്കിൽ ഞാൻ മുട്ടുകാല് തല്ലി ഒടിച്ചെങ്കിൽ മുട്ട നിർത്തിയിരിക്കും. കാര്യം എന്താ, എനിക്കറിയാം ആരാ ഇരുന്നുള്ളി ഇരിക്കണമെന്ന്. അപ്പോൾ ഒരുത്തരിങ്ങനെ ഈ ചതലിൽ നിന്ന് വന്ന പോലെ ഇങ്ങനെ നിൽക്കണം, ഇരിക്കാനും പറ്റാതെ. അയാൾക്കൊരു 60 വയസ്സൊന്നും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഞാൻ കുർബാന കഴിഞ്ഞപ്പോൾ ചേട്ടനെ വിളിച്ച് എന്നാ പറ്റിയെന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ മുട്ടിന് കേടാണെന്ന് പറഞ്ഞു. ഞാൻ സത്യമാണെങ്കിൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ അതുപോലെ സംഭവിക്കുമെന്ന് പറഞ്ഞു. കാര്യം ഞാൻ ചിലർക്ക് അഹങ്കാരം കൊണ്ട് കർത്താവിൻ്റെ മുമ്പിൽ മുട്ട നിൽക്കാൻ പറ്റത്തില്ല. ഇത് നമുക്ക് ഈ ഒരു വിഷയമല്ല. നിങ്ങൾ ചിലപ്പോൾ മുട്ട നിൽക്കാൻ ചിലപ്പോൾ ഇവിടെ കിടന്ന് ഉരുളുമായിരിക്കും. പക്ഷേ അതല്ല പ്രശ്നം, ഇതൊരു മാനസിക അവസ്ഥയാണ്. എന്ന് നീ എളിമപ്പെടുന്നു, കർത്താവിൻ്റെ നാമത്തിലാണ് നീ എളിമപ്പെടുന്നുണ്ടെങ്കിൽ ദൈവം നിന്നെ ഉയർത്തും. നീ ഇപ്പോൾ താഴ്ന്ന തരിപ്പണമായി അങ്ങ് തറ പറ്റി കിടക്കണമെന്ന് വിചാരിച്ചോ, ഏതെങ്കിലും വിഷയത്തിൽ നീ എളിമപ്പെടാൻ തീരുമാനിച്ചാൽ ആ സമയത്തോട് ദൈവം നിന്നെ ഉയർത്തും. കാര്യം നീ എളിമപ്പെടുമ്പോൾ നീ ക്രൂശനായ കർത്താവിനെയാണ് സ്വീകരിക്കുന്നത്, നീ ക്രൂശിക്കപ്പെടുകയാണ് ചെയ്യണത്. അപ്പോൾ ദൈവം നിന്നെ ഉയർത്തും. ദൈവത്തിലെ ജനക്കൂട്ടത്തിന് മുമ്പിൽ അവരെന്ത് വിചാരിക്കും, അല്ലെങ്കിൽ ജനത്തിൻ്റെ താല്പര്യത്തിന് അനുപക്ഷീയമായിട്ട് നിൻ്റെ ജീവിതം ക്രമീകരിച്ചാൽ ചിലപ്പോൾ നിനക്ക് വിശ്വാസം നഷ്ടപ്പെടുന്നു വരും. പക്ഷെ നീ അത് അറിയത്തില്ല. പല മനുഷ്യരുടെയും പ്രശ്നം ഇതാണ്, അവർക്ക് വിശ്വാസം നഷ്ടപ്പെട്ടിട്ടുണ്ട്. അവരുടെ വീട്, അവരുടെ സൗന്ദര്യം, അതുപോലെ തന്നെ അവരുടെ ആരോഗ്യം, അവരുടെ സമ്പത്ത്, അവരുടെ വിദ്യാഭ്യാസം, ഇതെല്ലാം നേടാൻ വേണ്ടി അവരുടെ ശ്രമങ്ങൾക്കിടയിൽ അവരുടെ വിശ്വാസം നഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അവരറിഞ്ഞിട്ടില്ല. ഇനി ഒരു ആവശ്യം വരുമ്പോഴാണ് അവർക്ക് മനസ്സിലാകണത്, അയ്യോ ഇത് വിശ്വാസം എന്നോ നഷ്ടപ്പെട്ടു. അപ്പോഴും അവരറിയുന്നില്ല. അതുകൊണ്ടാണ് പ്രാർത്ഥനയ്ക്ക് ഉത്തരം താമസിക്കുന്നത്. കാര്യം പല ആൾക്കാരും പള്ളികളിൽ ഒരു പേഴ്സണാലിറ്റി, നാട്ടിൽ ഒരു പേഴ്സണാലിറ്റി, പള്ളികളിൽ ഒരു പേഴ്സണാലിറ്റി, പത്തിയും ദൈവത്തിലേക്കുന്ന എല്ലാം കാര്യം കാണാൻ വേണ്ടിയുള്ള എല്ലാ പട്ടാങ്ങിയും പള്ളി വന്ന് കാണിക്കും. പക്ഷെ പുറത്തിറങ്ങി കഴിയുമ്പോൾ മുട്ടാളനായിട്ട് മാറും, മുട്ടാളത്തിയായിട്ട് മാറും. ഇത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇതാണ് പലപ്പോഴും പ്രാർത്ഥനയ്ക്ക് താമസം വരാൻ കാരണം. നിങ്ങൾ എളിമപ്പെടുന്നില്ല, മനുഷ്യാവതാരത്തെ പങ്കുചേരുന്നില്ല. പ്രാർത്ഥിക്കുക, കർത്താവേ അങ്ങനെ കുറിച്ച് മരണത്തോടെ എന്നെ പങ്കു ചേർത്തുകൊണ്ട് അങ്ങ് മനുഷ്യാവതാരം എൻ്റെ ജീവിതത്തിലെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഉയർത്തുന്നതിന്റെ മഹിമ പ്രാപിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ. ശ്രദ്ധിക്കട്ടെ. ഞങ്ങൾ ആരാധിക്കുന്നു, മരണത്തെ ജയിച്ചവനെ ഞങ്ങൾ ആരാധിക്കുന്നു, ഉദ്ധാനം ചെയ്തവനെ ഞങ്ങൾ ആരാധിക്കുന്നു, മരണത്തെ ജയിച്ചവനെ ഞങ്ങൾ ആരാധിക്കുന്നു. എഴുന്നേൽക്കുക. രോഗസൗഖ്യ പ്രാർത്ഥനയുടെ സമയമാണ്. രോഗമുള്ളയിടത്ത് കൈകൾ വെച്ചുകൊണ്ട് വിശ്വാസപ്രമാണം ചൊല്ലേണ്ടതാണ്. വിവാഹ തടസ്സമുള്ളവർ കഴുത്തിലും
പുരുഷന്മാരാണെങ്കിൽ മോതിരമിടുന്ന കയ്യിലും സമർപ്പിച്ചുകൊണ്ടാണ്. വിവാഹ തടസ്സമുള്ള സ്ത്രീകൾ കഴുത്തിലും കൈവെക്കണം. വിവാഹ തടസ്സമുള്ള പുരുഷന്മാർ മോതിര വിരലിൽ കൈവെക്കണം. അതാണ് വിശ്വാസപ്രമാണം ചെല്ലേണ്ടത്. മക്കളില്ലാത്തൊരു അടിവയറ്റിൽ കൈവച്ച് വിശ്വാസപ്രമാണം ചെല്ലണം. ശ്വാസകോശ രോഗികൾ നെഞ്ചിൽ കൈവച്ച് പ്രാർത്ഥിക്കണം. കർത്താവ് നിന്നെ ഇപ്പോൾ സുഖപ്പെടുത്തുകയും നിന്റെ തടസ്സങ്ങൾ മാറ്റുകയും യേശു കർത്താവാണെന്ന് നീ അറിയുകയും ചെയ്യും. ശരീരം മുഴുവനും വേദനയുള്ളവർ തലയിലാണ് കൈവെക്കേണ്ടത്. കടരോഗികൾ നെഞ്ചിൻ്റെ താഴെ, ഉദരരോഗികൾ ഉദരത്തിൽ. ഈ സൗഖ്യം രണ്ട് തരത്തിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ഒന്ന് ഡയറക്റ്റായിട്ട് സൗഖ്യം ഫീൽ ചെയ്യും. രണ്ടാമത്തത് നിന്നെ ചികിത്സിക്കുന്ന ഡോക്ടറായാലും ശരി, അങ്ങേർക്ക് നിൻ്റെ രോഗത്തെ കൃത്യമായി ഡയഗ്നോസ് ചെയ്തുകൊണ്ട് നിനക്ക് ആപ്റ്റ് മെഡിസിൻ തരാൻ വേണ്ടി പരിശുദ്ധാത്മാവ് സഹായിക്കും. കാരണം വ്യത്യസ്തമായ രീതികളിലാണ് മനുഷ്യന് സൗഖ്യം വരുന്നത് ഞാൻ ശുശ്രൂഷയിൽ കണ്ടിരിക്കുന്നത്. കർത്താവേ, മക്കൾ വിശ്വാസപ്രമാണം ചൊല്ലട്ടെ. കർത്താവേ, ഞാൻ നിന്റെ ഉന്നതമായ നാമത്തെ മഹത്വപ്പെടുത്തുന്ന കർത്താവേ, കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ നീ മഹത്വപ്പെടുത്തുന്ന കർത്താവേ. കർത്താവേ, ഞാൻ നിന്റെ ഉന്നതമായ നാമത്തെ മഹത്വപ്പെടുത്തുന്ന കർത്താവേ. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. കർത്താവ് 35 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ ശക്തി കൃപാസാൽത്താര ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിലെ ഞാൻ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈശോ നിനക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഈശോ നിനക്ക് വേണ്ടി തിരുവായ മുറിവേറ്റവനെ, ഈശോ മുൾക്കിടം ചൂടിയവനെ, നിന്റെ മുൾക്കിടന്ന് ഒഴുകുന്ന വിശുദ്ധമായ രക്തം കർത്താവേ, ഈ ഹാളിൽ പ്രാർത്ഥിക്കുന്ന ഓരോ ഭക്തകളിലും യൂട്യൂബിലും കർത്താവേ ഫേസ്ബുക്കിലും അനേകം രാജ്യങ്ങളിൽ ഇപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളിലേക്കും കർത്താവിൻ്റെ ശക്തി ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ ശക്തി ഒഴുകട്ടെ പ്രാർത്ഥിക്കുന്നു. ഈശോ കർത്താവേ, അവരെ സ്പർശിക്കണമേ കർത്താവേ. അടിപ്പിഴ പോലെ വൈദാഖാനം പോലെ ദൈവികമായ ശക്തി ഈ നിമിഷം മക്കളിലേക്ക് ഇടിച്ചിറങ്ങട്ടെ. എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, ക്രിസ്തുവിന്റെ അടയാളത്തിൽ മാറിയ രോഗങ്ങള്, തീരവേദികള് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. രോഗമെല്ലാം മാറിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിടട്ടെ. രോഗമെല്ലാം മാറിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിടട്ടെ. തിരുമുറിവിനാൽ സുഖപ്പെടട്ടെ, തിരുമുറിവിനാൽ സുഖപ്പെടട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. മക്കളെ, ജോലിയില്ലാത്തവരെ, ജോലി നഷ്ടപ്പെട്ടവരെ, ജോലി കിട്ടാൻ വേണ്ടിയുള്ള സാങ്കേതിക തടസ്സമുള്ളവരെ, പല പരീക്ഷകളിലും തോറ്റുപോയിക്കൊണ്ടിരിക്കുന്നവരെ, ജയിച്ചു കയറാൻ ബുദ്ധിമുട്ടുള്ളവരെ, പഠിച്ചിട്ട് മനസ്സിലാകാത്തവരെ, വിവാഹ ഉടമ്പടി നടക്കാത്തവരെ, സ്ഥലം വിറ്റുമാറാത്തവർ, സാമ്പത്തിക കടങ്ങളിൽ ചെന്ന് വിഷമിച്ചിരിക്കുന്നവർ, പാർപ്പിട സൗകര്യം നഷ്ടപ്പെട്ടവരെ, പുര വാങ്ങിക്കാനോ സ്ഥലം വിൽക്കാനോ ഒക്കെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ, ജപ്തി നടപടിയെ നേരിടുന്നവരെ, ഗുരുതരമായ മറ്റു രോഗങ്ങളുള്ളവരെ, വലിയ കലഹവും ഭിന്നതയും മദ്യപാനവും ഒക്കെ ഉള്ളത്, സമാധാനം നഷ്ടപ്പെട്ടവരെ ഒക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്കുള്ള വിഷമതകളെല്ലാം നിങ്ങൾ ഈ സമയത്ത് ഓർത്ത് പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിക്കേണ്ടതാണ്. വിശ്വാസമാണ് അറിയാവുന്നവർ ചൊല്ലിക്കൊണ്ടിരിക്കുക, അല്ലാത്ത സ്തുതിച്ചുകൊണ്ടിരിക്കട്ടെ. യേശുവിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ടിവിയിലും കർത്താവ് ഈ പ്രോഗ്രാം കാണുന്ന മക്കളെ നീ ആശീർവദിക്കണമേ കർത്താവേ. മൊബൈലിൽ കർത്താവ് ഈ പ്രോഗ്രാം കൂടുന്ന മക്കളെ ഇപ്പോൾ നീ സ്പർശിക്കണമേ കർത്താവേ. ഇപ്പോഴീ ധനഗ്രന്ഥത്തിലെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും കർത്താവെ അവരെ സ്പർശിക്കണേ പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ വലിയ ശക്തി മക്കളിലേക്ക് ആവശ്യിക്കട്ടെ. കർത്താവെ, ഒന്നും അസാധ്യമില്ലാത്തവനെ ഈശോ എല്ലാം സാധ്യമായവനെ ഈശോ എല്ലാത്തിനും കർത്താവ് ഒന്ന് കുറഞ്ഞ 15:26 പ്രാർത്ഥിക്കുന്നു. ദൈവം സമസ്തവും അവൻ്റെ പാദത്തിൻ്റെ കീഴിലാക്കിയിരിക്കുന്നു. കർത്താവ് എല്ലാം കർത്താവ് മക്കളനുഭവിക്കുന്ന മനുഷ്യരനുഭവിക്കുന്ന മുഴുവൻ ക്ലേശങ്ങളെ, വ്യത്യസ്തമായ രംഗങ്ങളിൽ മനുഷ്യരനുഭവിക്കുന്ന മുഴുവൻ ക്ലേശങ്ങളുടെ മേലെ കർത്താവിന് തീരുമാനമുണ്ടാകട്ടെ. കർത്താവിൻ്റെ നാമം അവർ വിടുതൽ പ്രാപിച്ചുകൊണ്ട് ദൈവനാമം മഹത്വപ്പെടുത്തിക്കൊണ്ട് കർത്താവ് ആശ്വാസത്തിൻ്റെ, സമാധാനത്തിൻ്റെ, സൗഖ്യത്തിൻ്റെ ജീവിതം നമ്മുടെ മധ്യസ്ഥതയിൽ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾ
ഇവിടെ ലഭിക്കട്ടെ. യേശുവേ ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഓ അഗ്നി അഭിഷേകമേ, ഓ അഗ്നി അഭിഷേകമേ, കാറ്റായി വീശണമേ, തീ കാറ്റായി വീശണമേ. ഓ അഗ്നി അഭിഷേകമേ, ഓ അഗ്നി അഭിഷേകമേ, കാറ്റായി വീശണമേ, തീ കാറ്റായി വീശണമേ. മുട്ടയിൽ നിന്ന് ആശീർവാദം മേടിക്കുക. ആശീർവാദം കിട്ടുന്ന സമയത്ത് എൻ്റെ മക്കൾ എന്തിനു വേണ്ടിയാണ് ഈ മണ്ണിൽ ചവിട്ടിയത് അത് മനസ്സിൽ ഓർത്ത് പരിശുദ്ധാമ്മ വഴി ഈശോയ്ക്ക് ഏൽപ്പിക്കുക. യൂട്യൂബിലും TV-യിലും ഈ ശുശ്രൂഷ കൂടിക്കൊണ്ടിരിക്കുന്ന മക്കൾ ഇപ്പോഴും അച്ഛൻ അനുസ്മരിക്കാത്ത നിങ്ങളുടെ വ്യക്തിപരമായ ജീവിത വിഷമതകളെ, രോഗങ്ങളെ പരിശുദ്ധാമ്മ വഴി ഈശോയ്ക്ക് ഏൽപ്പിക്കുക. ഏൽപ്പിച്ചുകൊണ്ട് വിശ്വപ്രമാണം ചൊല്ലി ആശീർവാദം മേടിക്കുക. കർത്താവെ എന്നെ സാക്ഷിയാക്കണമെന്ന് പ്രാർത്ഥിക്കുക. യേശുവേ ഹല്ലേലൂയ 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 യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ ആരാധന. ഹല്ലേലൂയ 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 ആരാധന 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 ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. പ്രിയമുള്ളവരെ, നമ്മുടെ ആത്മശുദ്ധീകരണത്തിൻ്റെ വലിയ ദിവസങ്ങളാണ് വന്നു ചേരുന്നത്. ക്രിസ്തുവിൽ ശക്തി പ്രാപിക്കാൻ ആഗ്രഹിക്കുന്ന ഓരോ വ്യക്തികളും ഈ വലിയ നോയമ്പിൻ്റെ കൂടെ അതിൻ്റെ സാധ്യതകൾ മുഴുവനും പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ശക്തിയിലും വിശുദ്ധിയിലും സർവോപരി സമൃദ്ധിയിലും വളരാൻ സഹായിക്കുന്ന വലിയ ശുശ്രൂഷയാണ് ദ ഫാസ്റ്റ് ആൻഡ് ഫെസ്റ്റ് വേൾഡ് ക്യാമ്പയിൻ. ഇത് ഉപവാസ പ്രാർത്ഥനാ ദിവസമാണ് വലിയ നോയമ്പിൻ്റെ. ഓരോ ദിവസവും ഓരോ വിഷയത്തിന് വേണ്ടിയാണ് ഉപവസിക്കുന്നവർക്ക് ആ വിഷയത്തെ ഏറ്റെടുക്കാവുന്നതാണ്. എല്ലാ ദിവസവും അല്ല, ഓരോ ഇപ്പോൾ നോയമ്പ് കാലങ്ങളിൽ എല്ലാ ദിവസവും ഉപവസിക്കുന്നവരുണ്ട്, വെള്ളിയാഴ്ച പ്രത്യേകം ഉപവസിക്കുന്നവരുണ്ട്, ഇറച്ചി മീൻ അങ്ങനെയുള്ള നോൺ വെജുകളെല്ലാം ഉപേക്ഷിക്കുന്നവരെല്ലാവരും തന്നെ ഉണ്ട്. അപ്പോൾ അതിൽ തന്നെ ചില പ്രത്യേക ദിവസം നമ്മൾ ഉപവസിക്കാൻ വേണ്ടി നിങ്ങൾക്ക് സബ്ജക്റ്റ് തരികയാണ്. ആ സബ്ജക്റ്റ് നിങ്ങൾ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ഈ സബ്ജക്റ്റാണ് ഏറ്റെടുത്തിരിക്കുന്നത്, ഇന്ന ദിവസം ഉപവസിക്കാൻ തീരുമാനിച്ചെന്ന് പറയുമ്പോൾ അതിൻ്റെ പർട്ടിക്കുലർ പ്രയറുണ്ട്, അതിന് വേണ്ടിയുള്ള പ്രത്യേക പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന നിങ്ങൾക്ക് അയച്ചു തരും. യൂട്യൂബിൽ നിങ്ങൾക്ക് ഉപവസിക്കുന്ന ദിവസം നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ഇവിടെ കുരിശിൻ്റെ വഴിയും അതുപോലെ തന്നെ കുർബാനയും അതുപോലെ തന്നെ കേരളത്തിലെ പ്രഗത്ഭരായ ധ്യാനഗുരുക്കന്മാരുടെ ആ വിഷയത്തെ ബന്ധിയായിട്ടുള്ള സന്ദേശങ്ങൾ ലഭിക്കുന്നതായിരിക്കും. അത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഞങ്ങൾ വിളിക്കണമെന്ന് പറയാൻ കാരണം ഈ പർട്ടിക്കുലർ സബ്ജക്റ്റിനെ ഉപവസിക്കാൻ തീരുമാനിച്ചാൽ ആ സബ്ജക്റ്റിൽ വേണ്ടി പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ് ഇവിടുന്ന് നിങ്ങൾക്ക് അയച്ചു തരണം. ഉദാഹരണത്തിന് ഇപ്പോൾ ഫെബ്രുവരി 15-ാം തീയതി ഉപവാസം തുടങ്ങുന്ന ദിവസമാണ്. അന്ന് നമ്മൾ പരിശുദ്ധ പിതാവിന് വേണ്ടിയാണ് ഉപവസിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഗുണം വെച്ചാൽ പരിശുദ്ധ പിതാവിൻ്റെ മുഴുവൻ മിഷൻ സന്ദർശനങ്ങൾ ഇപ്പോൾ ഇന്ത്യയിൽ പരിശുദ്ധ പിതാവ് വരാൻ ഉള്ള ഒരു അനുകൂലമായ സാഹചര്യം ഉണ്ടായത് എന്താണ്? സഭയുടെ പ്രാർത്ഥനയാണ്. ഇപ്പോൾ ചിലപ്പോൾ ഈ ഒക്ടോബർ മാസമാകുമ്പോൾ പിതാവ് വരും.
വരികയാണെങ്കിൽ വിശ്വാസത്തിൽ വലിയ ഉണർവുണ്ടാവും. ഇതിവിടെ ഇന്ത്യയിൽ മാത്രമല്ല, പിതാവ് ഇറാഖിൽ പോകാൻ പോകുന്നുണ്ട്. അപ്പോൾ ഇറാഖിലെ ഉള്ള ക്രൈസ്തവ സമൂഹത്തെ, അവിടെയുള്ള മറ്റു സമൂഹങ്ങളെ നമ്മളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഇപ്പം ഷിയാകളുമായിട്ട്, അവിടുത്തെ ഷിയയുടെ നേതാവുമായിട്ട് പരിശുദ്ധ പിതാവ് സംസാരിക്കുന്നുണ്ട്. അപ്പം അതുപോലെ ഉള്ള സബ്ജക്റ്റുകളാണ് ഉപവാസത്തിൽ വരുന്നത്. പോപ്പിൻ്റെ മിഷൻ, കാര്യം സഭയുടെ മിഷനാണ്. പോപ്പിൻ്റെ മിഷൻ എന്ന് പറയുമ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മാത്രം മിഷൻ അല്ലത്, അത് തിരുസഭയുടെ മിഷനാണ്. അപ്പോൾ തിരുസഭയുടെ മിഷൻ വിജയിക്കാൻ വേണ്ടി ലോകത്ത് സമാധാനവും അതുപോലെ തന്നെ അനീതിയും കുറഞ്ഞ മനുഷ്യമഹത്വത്തിന് വിലയുണ്ടാകുന്ന ഒരു ലോകം രൂപപ്പെട്ട് വരുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഉപവസിക്കുന്നത്. അത് ഓർത്തിട്ട് വേണം, അതെല്ലാം ഓർത്തായിരിക്കും പ്രാർത്ഥന നിങ്ങൾക്ക് അയച്ചു തരണത്. രണ്ടാമത്തത്, ഫെബ്രുവരി 19 കർദിനാൾമാർക്ക് വേണ്ടിയാണ് ഉപവസിക്കുന്നത്. ഇപ്പോൾ സഭയിൽ 106 കർദിനാൾമാരുണ്ട്. ആ കർദിനാൾമാരെന്ന് പറയുമ്പോൾ ആ വ്യക്തികളെക്കാൾ ഉപരി അവരെ ഏൽപ്പിച്ചിരിക്കുന്ന സഭയുടെ ദൗത്യം, അവരിലൂടെയാണ് ചർച്ചകളെല്ലാം പരിശുദ്ധാത്മാവ് സഭയെ നയിച്ചിട്ട് പരിശുദ്ധ പിതാവിലൂടെയാണത് നമ്മൾക്ക് കൈമാറി തരണത്. അപ്പോൾ കർദിനാൾ സംഘത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഫെബ്രുവരി 16 പ്രകൃതി സംരക്ഷണത്തിന് വേണ്ടി. ഫെബ്രുവരി 16 പ്രകൃതി സംരക്ഷണത്തിന് വേണ്ടി. അപ്പോൾ പ്രകൃതി സംരക്ഷണം എന്ന് പറയുമ്പോൾ അത് നമ്മളുടെ ഒരു കാര്യം, ഇനി നമുക്ക് ഇവിടെ ജീവിക്കാൻ അടുത്ത തലമുറയ്ക്ക് എന്തുമാത്രം പറ്റുമെന്ന് അറിയത്തില്ല. ഓക്സിജൻ കുറഞ്ഞു വരുന്നതാണ്. പ്രകൃതി എന്ന് അച്ഛൻ ഉദ്ദേശിക്കുന്നത് പരിസ്ഥിതിയോട് ഉൾപ്പെടുത്തുന്നത്. നമുക്ക് മാത്രം ജീവിച്ചാൽ പോരാ, ദൈവം സൃഷ്ടിച്ച എല്ലാ ജീവജാലങ്ങൾക്കും ഇവിടെ ആരോഗ്യത്തോടെ ജീവിക്കണം. അതിനപേക്ഷിതമായിട്ട് ഇവിടെ പ്രകൃതി നശിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് മനുഷ്യൻ്റെ മാത്രം സംഭാവനയാണ്. അങ്ങനെയുള്ള പരിസ്ഥിതി നശീകരണ പ്രവണതകളിൽ നിന്ന് കൂടുതൽ ലാഭക്കൊതി ഉണ്ടാക്കുന്ന ആൾക്കാർ പിന്തിരിയണം. പല ഫാക്ടറികളുമുണ്ട്, പക്ഷെ അതിൻ്റെ വേസ്റ്റ് ഔട്ട്ലെറ്റ് എവിടെയാണെന്ന് ആർക്കും അറിയത്തില്ല. മിക്കവാറും പുഴകളിലേക്ക് ഇരിക്കും. 20,000 കോടി രൂപയാണ് ഗംഗാ ശുദ്ധീകരണത്തിന് വേണ്ടി ഇന്ത്യ ഗവൺമെൻറ് ചിലവാക്കുന്നത്. ഈ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ അതുപോലെ തന്നെ ഈ സന്ദേശങ്ങൾ കൈമാറാൻ വേണ്ടിയുള്ളൊരു മാർഗം കൂടിയാണിത്. പുഴകൾ ഒരിക്കൽ നഷ്ടപ്പെട്ടു പോയാൽ പിന്നീട് മനുഷ്യരാശിയുടെ ജീവിതം തന്നെ പോകും. കാര്യം നമ്മൾ സിന്ധു ഗംഗാ നദി സമതലം മുതൽ മനുഷ്യന്മാർ ജീവിച്ചതും കൂട്ടമായിട്ട് ജീവിച്ചതും സമൂഹ ജീവിതം പുലർത്തിക്കൊണ്ട് വന്നത് പുഴകളാണ്. ആ പുഴകൾ ഒരിക്കലും നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ പിന്നീട് മനുഷ്യരാശിയുടെ ജീവിതം, പട്ടണത്തിൽ പോയി താമസിക്കുന്നവരും വെള്ളം എവിടെ നിന്നാണ് കിട്ടുന്നത്? പുഴകളിൽ നിന്നാണ് ലഭിക്കുന്നത്. അപ്പം പരിസ്ഥിതി ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. പരിസ്ഥിതി ദൈവതിരുസന്നിധിയിൽ സമർപ്പിക്കുന്നതിൻ്റെ കാരണം, കഴിഞ്ഞ ഒരു 2-3 കൊല്ലം മുമ്പ് ഞാൻ കൊച്ചിയിലൂടെ പോകുമ്പോൾ ഈ നല്ല തോടുകൾ കാണയായിപ്പോയി. എല്ലാവരും ജീവിച്ച് എല്ലാ വേസ്റ്റ് വിട്ട് കാണയായിപ്പോയി. അപ്പോൾ എൻ്റെ ചങ്കലച്ച്, കർത്താവ് ഇതിന് പറ്റുന്നൊരു മേയറോ അല്ലെങ്കിൽ ഇതിനൊരു പ്രത്യേക പദ്ധതിയോ. ഞാൻ കൊച്ചിക്കാരോടൊക്കെ പറയും, കൊച്ചി എന്ന് നന്നാക്കാൻ പറ്റുമെന്ന്. ആലപ്പുഴ അതിനേക്കാളും മോശമാണ്. എന്നാലും ഞാൻ ചെന്നപ്പോൾ കണ്ടപ്പോൾ എൻ്റെ മനസ്സ് പതറിപ്പോയി. പക്ഷേ ഞാൻ ദൈവത്തോട് പറയുമായിരുന്നു, ദൈവമേ ഈ പ്രകൃതികളെല്ലാം ഇവിടെയെല്ലാം ഇതൊക്കെ ഇത് കാണുകയായി സെപ്റ്റി ടാങ്കായി കിടക്കണം, അവിടെയൊക്കെ രക്ഷപ്പെടുത്തണം. കഴിഞ്ഞ ദിവസം ഞാൻ കൊച്ചിക്കൂടി പാസ് ചെയ്തപ്പോൾ തോടിൻ്റെ 2 വശത്തും ഗ്രില്ലിട്ടിരിക്കണം. തോട് ക്ലീൻ ചെയ്തിട്ട് ഗ്രില്ലിട്ടിരിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മനുഷ്യനും അതിൻ്റെ അകത്ത് പ്ലാസ്റ്റിക് കുപ്പി വലിച്ചെറിയാതിരിക്കാൻ വേണ്ടി ഗവൺമെൻറ് കോടികൾ മുടക്കി തോടിന് ചുറ്റും ഗ്രില്ലിട്ടിരിക്കുകയാണ്, വലിയ മയിലുകളോളം. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാര്യം ജലസ്രോതസ്സുകളെല്ലാം ഹൃദ്യമായി സംരക്ഷിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ സർവൈവിങ് പാടായിട്ട് വരും. അപ്പോൾ അതെല്ലാം ഉപവാസത്തിൻ്റെ കാര്യം. ഇതിനൊക്കെ സിമ്പിൾ ദൈവിക പദ്ധതി വേണം. കോടികൾ മുടക്കി ചെയ്താൽ എത്ര കാലം ചെയ്യാൻ പറ്റും? അപ്പോൾ ഇതിനൊക്കെ സിമ്പിൾ എന്തെങ്കിലും ദൈവികമായ പദ്ധതി ഉണ്ടാവും. ശാസ്ത്രീയ പദ്ധതി വെളിപ്പെടുത്തി കിട്ടിയാൽ നമുക്ക് പ്രകൃതി ഈസിയായിട്ട് സംരക്ഷിക്കാൻ പറ്റും. അപ്പോൾ അതിന് ഉപവസിക്കേണ്ടതാണ്. പിന്നെ ഫെബ്രുവരി 17 രോഗികൾക്ക് വേണ്ടി എന്ന് പറയുമ്പോൾ 2 കാര്യമാണ്. ഒന്ന്, രോഗികൾ
ഇത് വിശുദ്ധീകരണത്തിൻ്റെ ഒരു വിഷയമായിട്ട് അവരുടെ ജീവിതത്തിൽ അവർ വിശുദ്ധീകരിക്കാൻ വേണ്ടി ഏറ്റെടുക്കാനുള്ള മാനസികാവസ്ഥ ഉണ്ടാകണം. രണ്ടാമത്തെ, പകുതിയോളം രോഗങ്ങൾക്ക് ഇപ്പോഴും മരുന്നില്ല. കൊറോണ വന്നിട്ട് തന്നെ ഈ ചില ആൾക്കാർ എന്താ കൊറോണ സ്വീകരിക്കാത്തത്, ചിലർക്ക് തെറ്റിദ്ധാരണയാണ്, ചിലർക്ക് വളരെ റിയാക്ഷൻ ഉണ്ടാകുന്ന പേടിയാണ്, എങ്കിലും ആൾക്കാർക്ക് കോൺഫിഡൻസ് ഇല്ല. അപ്പോൾ ഇങ്ങനെയുള്ള വിഷയത്തിൽ രോഗിയുടെ മേലെല്ലാം ദൈവത്തിൻ്റെ പ്രത്യേക ദിവസം, അതായത് ഫെബ്രുവരി 11-ാം തീയതിയാണ് ശരിക്കും പറഞ്ഞാൽ ഈ പ്രാർത്ഥന വരേണ്ടിയിരുന്നത്. ഞങ്ങളിവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നത് 17-ാം തീയതിയാണ്. അതായത് നോൻപ് അപ്പോൾ തുടങ്ങിയിട്ടില്ലായിരിക്കും. അതുകൊണ്ടാണ് ഇപ്പോൾ രോഗികൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന, രോഗി ശുശ്രൂഷയ്ക്ക് വേണ്ടിയുള്ള ഉപവാസം. കാര്യം പ്രാർത്ഥനയുടെ മേൽക്കടകമാണ് ഉപവാസം എന്ന് പറയുന്നത്. ആത്മാർത്ഥമായിട്ട് ദൈവസ്നേഹത്തോടെ ഉപവസിക്കുന്നതാണെങ്കിൽ ആ വിഷയത്തിന് അപ്പം തന്നെ അടിസ്ഥാനപരമായിട്ട് ഇമ്മീഡിയറ്റ് തീരുമാനം ഉണ്ടാകും. ഇപ്പോൾ ദുഃഖ വെള്ളിയാഴ്ച വരെ മുക്കറ്റം കഴിച്ച് കശുവണ്ടി ജൂതന്മാരുടെ കണ്ണു പൊട്ടിക്കാൻ വേണ്ടി കശുവണ്ടി ചൂട്ട് നടക്കുന്ന ആർത്തിപ്പണ്ടാരമായ ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയല്ല ഈ പ്രാർത്ഥന. ഇത് ആത്മാർത്ഥമായിട്ട് സഭയിൽ ഉപവസിക്കുന്നവരുണ്ട്. ദൈവത്തെ ദൈവമായിട്ട് അറിഞ്ഞിട്ട് ദൈവിക നടപടി സമൂഹത്തിലുണ്ടാകാൻ വേണ്ടി അവർ പറഞ്ഞാൽ കേൾക്കും. അപ്പോൾ നിങ്ങൾ പറഞ്ഞാൽ ദൈവം കേൾക്കണം. നിങ്ങൾ ഉപവസിക്കണമെന്ന് കണ്ടു കഴിഞ്ഞാൽ ദൈവം അത് കേൾക്കും. കാര്യം നിങ്ങൾ എളിമപ്പെടുത്തുന്നതിൻ്റെ അർത്ഥം ഇപ്പം നിങ്ങളുടെ വിലയാണ് വിഷയം. ഇവിടെ ഉപവസിക്കുന്ന വ്യക്തികളുടെ വില ഉടനെ വർദ്ധിക്കും. അതുകൊണ്ടാണ് യൂട്യൂബിൽ കിടക്കുന്നത് ഈ ഉപവാസം നിങ്ങളെ ഉന്നതനാക്കുമെന്ന് നിങ്ങൾ നോക്കണം കേട്ടോ. ഫെബ്രുവരി 18 വിശ്വാസത്തിന് വേണ്ടി, വിശ്വാസം വർദ്ധിക്കാൻ വേണ്ടി. ഫെബ്രുവരി 19 കർദ്ദാന്മാർക്ക് വേണ്ടി. ഫെബ്രുവരി 20 മതസൗഹാർദ്ദത്തിന് വേണ്ടി. അപ്പോൾ മതസൗഹാർദ്ദം ഏറ്റവും വലിയ ഇങ്ങനെ ബ്രഹ്മ നിൽക്കുന്ന ഒരു കാലമാണ്. കാര്യം മതപ്രകോപനങ്ങൾ വെറുതെ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ട് മനുഷ്യൻ്റെ സമാധാനം നഷ്ടപ്പെടുന്ന കാലമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണത്. ഫെബ്രുവരി 21 വീടില്ലാത്തവർക്ക് വേണ്ടി. കഴിഞ്ഞ ദിവസങ്ങളിലൊരു പോസ്റ്റ് ഉണ്ടായിരുന്നു. പഴയ നമ്മുടെ മിനിസ്റ്റർ KM മാണി സാറിൻ്റെ സ്മാരകമായിട്ട് 5 കോടി രൂപയുടെ ഒരു പദ്ധതി. അപ്പോൾ ഫേസ്ബുക്കിൽ താഴെ പോസ്റ്റ് ചെയ്തിരിക്കുന്ന ഇതാണ്: 5 കോടി രൂപയ്ക്ക് വീടുണ്ടാക്കിയിട്ട് അത് ആൾക്കാർക്ക് കൊടുത്തിട്ട് അതിന് ആ 5 കോടി രൂപയുടെ വീടിൻ്റെ പദ്ധതിക്ക് KM മാണിയുടെ സ്മാരകം വന്ന് ആലേഖനം ചെയ്യാൻ പാടില്ല എന്ന് ചോദിച്ചു. അത് ഗവൺമെൻറ് തീരുമാനിക്കട്ടെ. പക്ഷേ എങ്കിലും രണ്ട് ഫലമാണ്. കാര്യം മാണി സാർ മുന്നോട്ട് വെച്ചൊരു പൊളിറ്റിക്സ് ഉണ്ട്. അത് ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ടതും കാലഘട്ടങ്ങൾ ചർച്ച ചെയ്യേണ്ടതുമാണ്. അപ്പോൾ അതിനൊക്കെ ചിലപ്പോൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള സാംസ്കാരിക കേന്ദ്രമായിരിക്കും ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത്. എനിവേ, പക്ഷേ വീടില്ലാത്തത് വലിയൊരു വിഷയമാണ്. ഇപ്പോൾ വീടില്ലാത്തവർക്ക് വേണ്ടിയാണ് ഫെബ്രുവരി 21-ാം തീയതി പ്രാർത്ഥിക്കുന്നത്. ഫെബ്രുവരി 22-ാം തീയതി പ്രത്യാശ നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി. പ്രത്യാശ നഷ്ടപ്പെട്ട ആൾക്കാർ ഒത്തിരിയുണ്ട്. ഈ ആത്മഹത്യയും അല്ലാത്ത തരത്തിലും ആത്മഹത്യ ചെയ്യാൻ പേടിയായതുകൊണ്ട് ആൾക്കാർ പ്രത്യാശപ്പെട്ടിട്ട് നഷ്ടപ്പെട്ടിട്ട് ഒത്തിരി ആൾക്കാരുണ്ട്. അവർക്ക് ഏതെങ്കിലും രീതി പ്രത്യാശ ഉണ്ടാകാമെന്ന് വെച്ചാൽ ഒരു പരിധി ഉണ്ടാക്കാം. പക്ഷേ ചിലരെടുക്കുക പ്രത്യാശ ദൈവം തന്നെ ഉണ്ടാക്കണം. അതിനുവേണ്ടി നമ്മുടെ കയ്യിൽ അതിനുള്ള മാർഗ്ഗമില്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഉപവസിക്കുന്നത്. അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കണം. പ്രത്യാശ നടക്കാൻ വേണ്ടി. ഫെബ്രുവരി 24 ഭീകരർക്ക് വേണ്ടി. ഭീകരരുടെ എണ്ണം ഈ കാലഘട്ടങ്ങളിൽ കൂടുതൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. കർത്താവ് പറഞ്ഞ പോലെയാണ് സത്യാവസ്ഥ. വാളെടുക്കുന്നു വാളാൽ. വാളിൽ ഉറയിലിടാൻ ഈശോ പറഞ്ഞു. 10 ദിവസം കൊണ്ട് പറഞ്ഞതല്ല, ലോകത്തോട് മൊത്തം പറഞ്ഞതാണ്. വാൾ ഉറയിട്ടില്ലെങ്കിൽ ഒരിക്കലും സമാധാനം ഉണ്ടാകത്തില്ല. ഭീകരവാദവും യുദ്ധവും അവസാനിക്കാൻ വേണ്ടി. ഇപ്പോൾ നമ്മുടെ ഫേസ്ബുക്കിലൊക്കെ പരസ്യം കാണുമ്പോൾ ഓരോരോ യുദ്ധ ഉപകരണങ്ങൾ ഓരോ രാജ്യങ്ങൾ മേടിച്ച് കൂട്ടുമ്പോൾ ഏതാണ്ട് വലിയ കേമത്വമാണെന്ന് പറഞ്ഞാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലാൻ വേണ്ടിയുള്ള ഉപകരണങ്ങൾ മേടിച്ച് കൂട്ടുമ്പോൾ അത് കേമത്വമാണെന്നാണ് പറയണത്. കാണ്ടാമൃഗത്തിന് കൊമ്പ് ഒരെണ്ണം കൂടി മുളച്ചാൽ അത് കേമത്വമായിട്ട് കാണുന്നവരുണ്ട്. അതാണ് സംഭവം. കാര്യം മൃഗങ്ങൾക്ക് ആയുധങ്ങളില്ല, ഉള്ളത് കൊമ്പും പല്ലുമൊക്കെയാണ്. അത് 2-3 എക്സ്ട്രാ മുളക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? അതിൻ്റെ കേമത്വമായിട്ട് കാണുന്ന വന്യമായ ഒരു സംസ്കൃതിയുടെ ഇരകളായിട്ട് ലോകസമാധാനം മാറുന്ന അവസ്ഥ മാറാൻ വേണ്ടിയാണ് അങ്ങനെ ഭീകരർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത്.
ഫെബ്രുവരി 25 മക്കളില്ലാത്തവർക്ക് വേണ്ടി. മക്കളില്ലാത്തവർക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ 2 തരത്തിൽ വരും. ചില ആൾക്കാർക്ക് അതിൻ്റെ അഭിഷേകം കിട്ടും, പിന്നെ അവർ മക്കളില്ലെങ്കിൽ അവർ ജീവിക്കും. ചില ആൾക്കാർക്ക് മക്കളെ കിട്ടിയേ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ അവരുടെ വിശ്വാസം പോലും പോകും. അങ്ങനെയുള്ള അമ്മമാരെയും കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് 2ആയാലും ദൈവത്തിന് കഴിയും. അവർക്ക് വേണ്ടിയാണ് ഉപവസിക്കുന്നത്. ഫെബ്രുവരി 26 ദൈവസ്നേഹത്തിന് വേണ്ടി. എല്ലാത്തിൻ്റെയും കുഴപ്പം ക്ഷമിക്കാൻ പറ്റാത്തതും സഹിക്കാൻ പറ്റാത്തതും അംഗീകരിക്കാൻ പറ്റാത്തതും പൊരുത്തപ്പെടില്ലാതും സമാധാനം നഷ്ടപ്പെടുന്നതും കണ്ടില്ലെന്ന് വെക്കാത്തതിൻ്റെ കാരണം ദൈവസ്നേഹത്തിൻ്റെ കുറവാണ്. അടിസ്ഥാനമായ നമ്മൾ അണ്ടേക്കൊണ്ടേ വളം വെച്ചിട്ട് കാര്യമില്ല, റൂട്ടിലാണ് വളം വെക്കേണ്ടത്. അത് ദൈവസ്നേഹം തന്നെയാണ്. അപ്പം ജനങ്ങളുടെ ദൈവസ്നേഹം വർദ്ധിക്കാൻ വേണ്ടി. ഫെബ്രുവരി 27 വൈദികർക്ക് വേണ്ടി. കാര്യം സഭയെ അടിസ്ഥാനപ്പെടുത്തി ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെടുന്നത് വൈദികരാണ്. കാര്യം സഭയെ അസ്ഥിരപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ വൈദികരെ ആക്രമിച്ചാൽ മതി. വൈദികരെ നിലനിർത്തി നല്ല വിശുദ്ധിയും ശക്തിയുമുള്ള വൈദികർ വരികയാണെങ്കിൽ സഭയെ ആർക്കും തൊടാൻ പറ്റത്തില്ല. അപ്പം നല്ല വൈദികർ വർദ്ധിക്കാൻ വേണ്ടി ശക്തമായിട്ട് ഉപവസിക്കേണ്ട ദിവസമാണ്. ഫെബ്രുവരി 28 ലോക നേതാക്കന്മാർക്ക് വേണ്ടി. ലോക നേതാക്കന്മാർക്ക് വേണ്ടി നമ്മൾ ഉപവസിക്കുകയാണ്. കാര്യം അതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ ലോക നേതാക്കന്മാർ തമ്മിൽ ഈഗോയൊക്കെ ഉണ്ടായാൽ ഉടനെ വലിയ യുദ്ധങ്ങളുണ്ടാകും. യുദ്ധം ഉണ്ടായാൽ എല്ലാവരും ശത്രുവും തോക്കും, യുദ്ധം ഉണ്ടാക്കുന്നവരും തോക്കും, യുദ്ധത്തിനൊരിക്കലും ജയമില്ല. നമ്മുടെ ശത്രുവിൻ്റെ പരാജയം നമ്മുടെ പരാജയമായിട്ടാണ് ഇന്ന് വരെ ലോക മനസ്സാക്ഷി അനുഭവിച്ചറിഞ്ഞിരിക്കുന്നത്. ആർക്കും ഒരാളെക്കാട് ഒരു വശമായിട്ട് തോറ്റു പോകത്തില്ല ഒരിക്കലും. പിന്നെ മാർച്ച് 1 വിവാഹം നടക്കാത്തവർക്ക് വേണ്ടി. ജീവിത പങ്കാളികളെ കിട്ടാത്ത അവസ്ഥകളും ജീവിത പങ്കാളികളിങ്ങനെ തിരിഞ്ഞ് മുക്കി പല്ലും പന്ന ജീവിത പങ്കാളികളെയും വിവാഹാർത്ഥികളെയും കാണുന്നുണ്ട്. അവരുടെ മനസ്സിൽ അവർ വലിയ കുഞ്ഞുനാൾ മുതൽ കൂട്ടുകാരുമായിട്ട് കൂട്ടി കിടന്ന് വലിയ മനക്കോട്ട കെട്ടി സ്വന്തം വീടും കുടുംബവും വിദ്യാഭ്യാസവും സ്വന്തം ജീവിത സാഹചര്യവും ഒന്നും മനസ്സിലാക്കാതെ വലിയ മോഹങ്ങളൊക്കെ വെച്ച് വിവാഹം 1956 വിവാഹം കണ്ട് ആൾക്കാർ അവസാനം അവരുടെ പ്രായക്കാരം കെട്ടി അവരുടെ സൗന്ദര്യവും പോയി ഇങ്ങനെയൊക്കെ ഒത്തിരി തെറ്റായ ബോധ്യത്തിൽ കുടുങ്ങിക്കിടക്കുന്ന ആൾക്കാരുണ്ട്. വിവാഹം നടന്നില്ലേലുള്ള കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് രാജ്യത്തിനും നഷ്ടമാണത്, അതുപോലെ തന്നെ സഭയ്ക്കും നഷ്ടമാണ്, കുടുംബത്തിനും നഷ്ടമാണ് വിവാഹം നടക്കാതെ ഇരിക്കുന്നത്. എല്ലാ തരത്തിലും നഷ്ടം തന്നെയാണ്. രാജ്യത്തിന് നഷ്ടം, അതുപോലെ തന്നെ സഭയ്ക്ക് നഷ്ടം, നിങ്ങളുടെ കുടുംബത്തിനും നഷ്ടം. കാര്യം വിവാഹം ഞാൻ കുറേ കുടുംബങ്ങൾ കണ്ടിട്ടുണ്ട്, വിവാഹം നടക്കാത്ത കുടുംബങ്ങളെ. അവിടെ എല്ലാം 10, 40, 45 വയസ്സുള്ള ആൾക്കാരൊക്കെ താമസിക്കാൻ കണ്ടിട്ടുണ്ട്. തമ്മിൽ കൊത്തു ഇടിയും നിരാശയും സങ്കടവും അരിശവും ഒന്നും പിടിക്കത്തുമില്ല. വല്ലാത്ത ഒരു വെകിളി പിടിച്ച ഒരു തൊഴുത്ത് പോലെ ഇരിക്കും. അങ്ങനെയുള്ള കുറച്ച് പേരുടെ ജീവിതം, ഇതിന് എക്സെപ്ഷൻ ഇല്ലെന്നല്ല, ഉണ്ട്. പക്ഷേ വിവാഹം പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അപ്പം അതിനു വേണ്ടി പ്രാർത്ഥിക്കണം.